ഇപ്പം എന്നോ രസമാ മിസ്ഡ് കോൾ പ്രണയം, ഇൻ്റർനെറ്റ് പ്രണയം. എവിടെ നിന്നാടി കൊച്ചെ ഇവനെ കിട്ടിയത്? FB. നല്ല ശേല കേൾക്കാൻ. ഇൻസ്റ്റാ. ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, വിശ്വാസം പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, എന്താ പറയുക, ഇതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്കിപ്പോൾ വരുന്നതൊക്കെ അങ്ങനെയാണ്. ഇൻസ്റ്റായിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു കേസ്, അത് ആ പയ്യൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നവർ. ആ പയ്യൻ്റെ പേര് ഞാനിങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യുകയാണ് രജിസ്റ്ററിൽ. മോൻ്റെ പേര്, എൻ്റെ പേര് അഖിൽ. മോൻ്റെ വയസ്സ്, എൻ്റെ വയസ്സ് 30. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം. ശിശു വിവാഹമായിരുന്നോടാ. 21 വയസ്സിൽ. നിനക്ക് കുട്ടികളുണ്ടോ? ഒരാൾ 7 വയസ്സ്, മോള. അപ്പോൾ അതെഴുതി. ഇനി മോടെ പേര്, എൻ്റെ പേര് നീതു. മോടെ വീട് എൻ്റെ അറിയില്ലായിരിക്കും. മുണ്ടക്കയൊക്കെ എനിക്കറിയാം. നീ എവിടെ വീടെന്ന് പറ. അത് ഏന്തയാറ്. എടി ഏന്തയാറ് എനിക്കറിയാം. അവിടെ ഒരു സ്കൂളില്ലേ, സായിപ്പന്മാരുണ്ടാക്കിയ മർഫി സ്കൂള്. ആ സ്കൂളിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെയൊക്കെ അറിയാം. അപ്പം മോടെ വയസ്സ് 48. ഇതെങ്ങനെ? ഇൻസ്റ്റാ. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി പിരിയാൻ വേണ്ടി വന്നിരിക്കുന്ന കേസാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നുണ്ടല്ലോ, ഇപ്പം ഇങ്ങനത്തെ കേസാണ് വരുന്നതൊക്കെ. കല്യാണം കഴിച്ചവരെ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. ഒന്നും വിചാരിക്കരുത്. ഇപ്പോൾ ഉണ്ടല്ലോ ഈ 10ാം ക്ലാസ്സിൻ്റെ 12ാം ക്ലാസ്സിൻ്റെ ഒക്കെ ഈ ഒരു സൂത്രം ഉണ്ടാക്കുമല്ലോ. എന്നതാ അത്? എനിക്കതിൻ്റെ പേരും മറന്നു പോയല്ലോ. ഈ കൂടെ പഠിച്ചവരുടെ ഒരു ഗ്രൂപ്പ്. 10ാം ക്ലാസ് 12ാം ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പ്. അത് തന്നെ. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിട്ട് പണ്ട് സ്കൂളിലത്തെ പ്രണയം ഇപ്പം തുടങ്ങി വരുന്നു. എനിക്ക് ഈയിടെ ഒരു കേസ് വന്നു. അത് സ്ഥലം ഞാൻ പറയുന്നില്ല. ഒരിടത്ത് ഡ്രൈവറാണ്, അത്രേ പറയുന്നുള്ളൂ. അവൻ കൊണ്ടുവരുന്നത് തേനി കമ്പം ഭാഗത്ത് നിന്ന് പച്ചക്കറി കൊണ്ടുവരുന്ന ഒരു പച്ചക്കറി ലോറിയുടെ ഡ്രൈവറാണ്. പച്ചക്കറി ലോറി എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാം വലിയ ലോറിയാണ്. അതിൽ അവൻ ഒന്നിടവിട്ട് പോയാൽ മതി. കാരണം ഈ കമ്പം തേനി പോകേണ്ടതുകൊണ്ട് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോകണ്ട. അതാണ് പുള്ളി 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അവൻ്റെ ഭാര്യ കഞ്ഞിക്കുഴി. എൻ്റെ ഓഫീസ് കഞ്ഞിക്കുഴി. എനിക്കൊരു ക്ലിനിക്കാണ്. എൻ്റെ ക്ലിനിക്കിൻ്റെ അടുത്തൊരു സ്കൈലൈൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ 3 വീട്ടിൽ ജോലി ചെയ്യുന്നു. അവൾ രാവിലെ 7 മണിക്ക് ഒരു വീട്ടിൽ കയറുന്നു, 10:30-11 അവിടെ നിന്ന് ഇറങ്ങി വേറൊരു വീട്ടിൽ കയറുന്നു, ഉച്ചയ്ക്ക് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ കയറുന്നു. ഒരു വീട്ടിൽ നിന്ന് 10,000 രൂപ ഒക്കെ കൊടുക്കുന്നുണ്ട്. അവൾ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തിട്ട് അടുത്തടുത്ത വീട്ടിൽ പോകുന്നു. 3 വീട്ടിൽ നിന്നും കൂടെ 30,000 രൂപ. അത്ര അധപ്പതിച്ചു പോകുന്നു നമ്മൾ. സ്ത്രീയുടെ വിശുദ്ധി എവിടെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു ഓർമ്മപ്പെടുത്തലിന് മുതിരുകയാണ്. നമ്മുടെ റോളിനെ കുറിച്ച്, നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച്, നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലിന് മാത്രം ഞാൻ ശ്രമിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ കുടുംബം പാരമ്പര്യങ്ങളുടെ ഒരു യൂണിറ്റായിരുന്നു. എന്നെ അറിയില്ല, ഞാൻ ഇന്നിടത്തെ ഇന്നയാളിൻ്റെ മോളാണെന്നാണ് ഞാൻ എന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി ഞാൻ ഇന്നിടത്തെ ഇന്നയാളിൻ്റെ ഭാര്യയാണ്. പക്ഷെ ഇപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ സ്വന്തം അഡ്രസ്സിലാണ്. അവർ എൻ്റെ കെയർ ഓഫ് വയ്ക്കുക. ഇവിടെ എൻ്റെ കെട്ടിയവനോടത്ത് ചെന്നപ്പോൾ, അത് മലേഷ്യയിലാണ് കേട്ടോ, അവിടെ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ ആരൻ്റെ ഒരു ചങ്ങനാശ്ശേരിക്കാരെ കണ്ടു. അപ്പോൾ അവരുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഒരാളെ അറിയാം, അത് ഗ്രേസ്ലാലാന്ന്. ഈ പുള്ളി പറയും അവിടെ കൂടെ ഞാൻ താമസിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ നാണം കെടുത്തിക്കളഞ്ഞില്ലേ? അത് കേട്ട ഒരു അവിഹിത ബന്ധമുണ്ടെന്നു എന്നോട് പറയുക. ഞാൻ അവരോട് പറഞ്ഞു, അവിടെ കൂടെ കുറേ നാളായിട്ട് ഞാൻ പൊറുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞെന്ന്. അതാണ് അവരെൻ്റെ കെയർ ഓഫ് ഉപയോഗിക്കാറുണ്ട്. പാരമ്പര്യങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ലാണ്ടായിരിക്കുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വിശേഷപ്പെട്ട സാധനമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഞങ്ങളുടെ വല്യപ്പച്ചനെയാണ്. തിണ്ണരൊരു ചാരുകസേരയിൽ വളരെ പൂജ്യനായിട്ടാണ് ആ പാർട്ടിയെ സൂക്ഷിച്ചിരുന്നത്. ആ കസരയുടെ താഴെ ഞാൻ സ്ഥിരം കണ്ടിരുന്ന ഒരു കഥാപാത്രമുണ്ട്. വെറ്റയിൽ ചുണ്ണാമ്പൊക്കെ തേച്ച് പാക്കൊക്കെ ഇടിച്ച് ഇത് ഉരുട്ടി ഉരുട്ടി ഈ അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തിരുന്ന ഒരു കഥാപാത്രം. അതിനെ ഞങ്ങൾ വല്യമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്. ഈ 2 പാർട്ടികളാണ്
എൻ്റെ കുടുംബത്തെ നിയന്ത്രിച്ച്, എൻ്റെ കുടുംബം അത്ര ചെറുതായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ 8 പേരാ. ഒരാൻറ്റി തന്നെ 11 പിള്ളേരെ പ്രസവിച്ചു, അറിയാവോ? വേറെ അന്നേരപ്പോഴത്തേക്ക് ചാച്ചൻ്റെ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് തോന്നി കുറഞ്ഞു പോകുമെന്ന്. പുള്ളിക്കാരി ഒരു മത്സരത്തിന് തയ്യാറായി 8 എണ്ണം വരെ ഒപ്പിച്ചു. പിന്നത്തെ മത്സരബുദ്ധി എനിക്ക് തോന്നുന്നു കുഞ്ഞാൻറ്റിക്ക്, പുള്ളിക്കാരിക്ക് ഒരു 6. എൻ്റെ ചാച്ചന് മത്സരബുദ്ധി ഇല്ലായിരുന്നു, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് എന്തേ മത്സരിക്കാൻ. അതെ, പുള്ളിക്ക് മത്സരബുദ്ധി ഇല്ലായിരുന്നാ പറഞ്ഞേ. എനിവേ, ഞാൻ വളർന്ന ഒരു വലിയ കുട്ടിപ്പട്ടാളത്തിനിടയിലാണ്. എൻ്റെ കരുത്ത്, എൻ്റെ ആത്മവിശ്വാസം, അതിനുമപ്പുറം എൻ്റെ മൊറാലിറ്റി, എൻ്റെ ധാർമ്മികത, അതെൻ്റെ കുടുംബം എനിക്ക് തന്നതാ. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, സാഹിബിൻ്റെ പുസ്തകങ്ങളാണ് പഠിച്ചത്. അതിനകത്ത് നിന്ന് കിട്ടാത്തതൊക്കെ എനിക്കെൻ്റെ കുടുംബത്തിൽ നിന്നാണ് കിട്ടിയിരുന്നത്. പക്ഷെ അത് മാറിപ്പോയില്ലേ. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ചെറിയ ചെറിയ കുടുംബങ്ങളായി വിഭജിക്കപ്പെട്ടു. ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, അതിനപ്പുറം ചിന്തിക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല. ശരിയാണോ? ആ മക്കള് ആദ്യകാലത്ത് 3 എണ്ണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അത് പോയി നമ്മൾ 2, നമുക്ക് 2, അത് പോയി നാം 1, നമുക്കൊന്ന്. പിള്ളേരുടെ എണ്ണം കുറച്ചാൽ സമാധാനം ഉണ്ടാവും നമ്മൾ വിചാരിച്ചു. സമാധാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ കേരളത്തിൽ ഏതാണ്ട് 700-നടുത്ത് വൃദ്ധമന്ദിരങ്ങളുടെ എണ്ണം കൂടി. തഴയപ്പെടുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മുടെ കുടുംബങ്ങളുടെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തില് അനാഥാലയങ്ങളല്ല വൃദ്ധമന്ദിരങ്ങൾ. ഞാൻ 18 രാജ്യങ്ങളോളം ട്രാവൽ കാര്യം ചെയ്യും. നേരത്തെ ഇവിടെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. നല്ല സ്ഥലം, കുഴപ്പമില്ല, കന്യാസ്ത്രീകളൊക്കെ നന്നായി നോക്കും. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇച്ചിരൂടെ കഴിയട്ടെ, ഞാൻ നോക്കട്ടെ, പിടിച്ച് നിൽക്കാവോന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്തോ എനിക്ക് ഈ അമ്മച്ചിയോട് വല്ലാത്തൊരു പ്രണയം. നമുക്കങ്ങനെയാണല്ലോ, ചിലപ്പോൾ ചില മനുഷ്യരോട് ഒരു ഇഷ്ടം വരത്തില്ല. ഇപ്പം എന്നോട് തോന്നുന്ന പോലെ അത് തന്നെ. അങ്ങനെ ഒരു പ്രണയം എനിക്ക് അവരോട്. ഞാൻ അവരുടെ കൂടെ അവരുടെ മുറിയിൽ പോയി. അവരുടെ മുറി എന്ന് പറഞ്ഞാൽ അതൊരു പോഷ് വൃദ്ധമന്ദിരമാണ്. ആദ്യം നമ്മൾ 40 ലക്ഷം രൂപ കൊടുക്കണം അവിടെ, പിന്നെ കുറേ കൊടുക്കണം. ആദ്യം 40 കൊടുത്താൽ മതി. മതി. എന്നിട്ട് അമ്മച്ചിയുടെ മേശപ്പുറത്ത് ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു തുടങ്ങിയ പത്രങ്ങൾ വായിച്ച് പകുതിയാക്കിയ ഒരു ഇംഗ്ലീഷ് പുസ്തകം കമഴ്ത്തി വെച്ചിരിക്കുന്നു. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഷെൽഫിൽ കുറേ പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്നു. എല്ലാം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. ഞാൻ ചോദിച്ചു, സാധാരണക്കാരിയല്ല അല്ലേ? നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചത്? എടീ, ഞാൻ പഴയ MSc B.Ed കെമിസ്ട്രി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നാടി. അതെ, എൻ്റെ കെട്ടിയൻ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരും. ഈ 8 പിള്ളേർ ഇതിനെയും പൊതിഞ്ഞു കിട്ടി, ഈ എല്ലാം പൊതിഞ്ഞു കിട്ടിയുള്ള ഈ ഓട്ടത്തിനിടയിൽ ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊച്ചെ, എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല സ്ഥിരമായിട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചതാ. വായന എനിക്കിഷ്ടമാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അമ്മച്ചിയുടെ പുസ്തക ശേഖരത്തിൽ നിന്ന് 2 പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവന്ന് കയ്യൊപ്പിട്ട് എന്നോട് പറഞ്ഞു, ഇത് മോക്കിരിക്കട്ടെ, ഇത് പഴയ പുസ്തകമാണ്, ഇത് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ വാങ്ങിച്ചതാ, ഇപ്പം ഇത് കിട്ടത്തില്ല, നല്ല പുസ്തകം നിനക്കിരിക്കട്ടെ. അങ്ങനെ പുസ്തകം എല്ലാം തന്ന് ഞാൻ അമ്മച്ചിയോട് തമാശയെല്ലാം പറഞ്ഞ് പോരാ നേരം ഞാൻ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മകളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, വീണ്ടും കാണാം. ഇല്ല മോളെ, ഈ പടി കടന്നു വരുന്നവരൊക്കെ ആരുടെയെങ്കിലും വെഡിങ് ആനിവേഴ്സറിക്കോ ആരുടെയെങ്കിലും ബർത്ത്ഡേക്കോ പലഹാരങ്ങളുമായിട്ട് വരുന്നവരാ, അല്ലേ ബിരിയാണിയായിട്ട് വരുന്നവരാ. അവർ വന്നു ഞങ്ങളെ തീറ്റിപ്പോറ്റി പോകും, പിന്നീട് അവരെ കാണാറില്ല. അപ്പം എൻ്റെ ചങ്കിനകത്തൊരു നൊമ്പരം, എന്നൊക്കെ വല്ലാത്തൊരു വേദന. ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിളിക്കാം, വരാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നു. ആഴ്ചയിൽ 1 വെച്ച് ഞാൻ അമ്മച്ചിയെ വിളിക്കും. എൻ്റെ ഫോൺ കിട്ടിയില്ലെങ്കിൽ അമ്മച്ചി സിസ്റ്റർ എടുത്ത് പരാതി പറയും, അവൾ തിരക്കാന്നാ തോന്നുന്നു, അവൾ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇവർ കേൾക്കാതെ സിസ്റ്റർ എന്നെ വിളിക്കും, ഗ്രേസ് നീ എങ്ങനെങ്കിലും ഒന്ന് വിളിക്ക്, നിൻ്റെ കോളിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തമാശകൾ പറയും, ഞാൻ ഒത്തിരി ചിരിപ്പിക്കും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ പാമ്പാടിയിലെ വീടും ആ 50 സെൻറ്റ് സ്ഥലവും എൻ്റെ പേരിൽ എഴുതി തരാമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച്
പൊന്നുപോലെ നോക്കാം. ആ, പൊടി എവിടുന്ന്? അത് ഇളയ മോൻ ബാലുവിന്. തള്ള അവിടെ നിന്നോളാൻ പറഞ്ഞു. തള്ള അവിടെ നിന്നോളാൻ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ കയ്യിൽ ഒരു 5-6 സ്വർണ്ണവള, കഴുത്തിലൊരു 5-6 പവൻ വരുന്ന മാല, കണ്ടോന്ന് എനിക്കൊരു സംശയം. പറഞ്ഞു, നീ കണ്ടു, അത്രയൊന്നും അല്ല, വേറെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, അത് വിടാ, അത് ലോക്കറിൽ. ഞാൻ പറഞ്ഞു, എനിക്ക് ലോക്കറിലേ വേണ്ട, കയ്യിലെ 5-6 വളയോ മാലയൊക്കെ എനിക്കായിട്ട് തരാമെങ്കിൽ ഞാൻ നോക്കാന്ന്. വീട്ടിൽ കൊണ്ടുവച്ച് പൊന്നുപോലെ. പൊടി എവിടുന്ന്? അത് ഇളയ മോള് ബീനക്കെ. അവളെവിടാ? അവളാ ദുബായ്ക്കാരത്തി. എടി, അവക്ക് 3 പെൺപിള്ളാരെ, എന്നതേലും കൊടുക്കണ്ടേ? തള്ള കൊടുത്തു, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മര്യാദക്കുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. എനിവേ, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ നല്ല കൂട്ടായിരുന്നു കേട്ടോ. ഈ അടുത്ത നാളിൽ അമ്മച്ചിക്ക് അസുഖം കൂടി. കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ICUവിൽ അമ്മച്ചി അഡ്മിറ്റ് ചെയ്തു. അമ്മച്ചി സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണം. സിസ്റ്റർ എന്നെ വിളിച്ചു, ഗ്രേസ്, അമ്മച്ചിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അമ്മച്ചി മരിക്കാറായി, വലിവാണ്, അമ്മച്ചിക്ക് ശ്വാസം മുട്ടലുണ്ട്, എപ്പോഴെന്നൊന്നും പറയാൻ പറ്റത്തില്ല, നിനക്കൊന്ന് വരാൻ പറ്റുമോ? പിന്നെ എനിക്ക് വരാൻ പറ്റും, മുദ്രപത്രം കൊണ്ടുവരേണ്ട കാര്യമോ? അമ്മച്ചിയുടെ മനസ്സെങ്ങാനും മാറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റിയല്ലോ. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ മുദ്രപത്രം വേണോ? ആണെങ്കിൽ ഞാൻ കൊണ്ട്. സിസ്റ്റർ പറഞ്ഞു, അത് ഞാനിവിടെ ഉണ്ടാക്കിക്കോളാം, നീ ഇങ്ങോ മതി. ഞാൻ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, ICUവിൽ കയറി, അമ്മച്ചിയെ ചേർത്ത് വെച്ചു. കുറേ ഉമ്മകൾ വീണ്ടും ഞാൻ കൊടുത്തു. മൂക്കി പഞ്ഞ് വെച്ച് കിടക്കുമ്പോൾ ആരൊക്കെയോ കൊടുത്തെങ്കിലായി, കൊടുത്തില്ലെങ്കിലായി. സുബോധത്തോടെ കിടക്കുമ്പോൾ ഇരിക്കട്ടെ ഒരു 5-6 ഉമ്മ. ഞാൻ എന്നോട് ചേർത്ത് വെച്ച് ചോദിച്ചു, എനിക്കൊരു കാര്യം ചെയ്തു തരുമോ? പെട്ടെന്ന് കണ്ണുമിഴിച്ച് എന്നെ നോക്കി, ഇവൾ എന്നതാ ചോദിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, അമ്മച്ചി മരിക്കും. ഈ ലോകത്തിൽ ജനിക്കുന്നവരൊക്കെ മരിക്കും, എപ്പോഴാണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഏതായാലും അമ്മച്ചി അടുത്ത നാളിൽ എപ്പോഴേലും മരിക്കുമെന്ന് അമ്മച്ചി അങ്ങ് വിചാരിക്കേ. അമ്മച്ചി സ്വർഗ കവാടങ്ങൾ കടന്ന് തമ്പുരാന്റെ തിരുമുഖം കണ്ട് സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ അമ്മച്ചിക്ക് തമ്പുരാനോടൊന്ന് പറയാവോ, ഗ്രേസ് ലാൽ എന്ന് എൻ്റെ പേര്, തമ്പുരാൻ്റെ അടുത്ത് ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ? എനിക്കും തമ്പുരാനും ഇടയിൽ എനിക്കൊരു മധ്യസ്ഥ വേണം. അമ്മച്ചിക്ക് പറ്റുമോ? പെട്ടെന്ന് ഒന്ന് പുഞ്ചിരിച്ചു, തലയാട്ടി. ഞാൻ പറഞ്ഞു, മതി, എനിക്കത് മതി. ഞാൻ കുറേ നേരം ഇരുന്നു, ഞാൻ പോന്നു. പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിയായപ്പോൾ അമ്മച്ചി മരിച്ചു. സിസ്റ്റർ എന്നെ വിളിച്ചു. 3-4 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫ്യൂണറൽ. കാരണം ഡബ്ലിന് എല്ലാവരും ദൂരെ നിന്നൊക്കെ വരണ്ടേ, അതുകൊണ്ട് നിന്നെ ഞാൻ സമയം അറിയിക്കാം. അങ്ങനെ സിസ്റ്റർ എന്നെ സമയം വിളിച്ചറിയിച്ചു. ഞാൻ കോട്ടയത്ത് ഒരു പൂക്കട, അവിടെ ഒരു തിരുനക്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അവിടെയാണ് കോട്ടയത്ത് ഏറ്റവും വലിയ പൂക്കടയെന്ന് ആരും എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ആ പൂക്കടക്കാരനോട് ഞാൻ പറഞ്ഞു, ഇയാൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഏറ്റവും മനോഹരമായ ഒരു പൂച്ചെണ്ട വെള്ളപ്പൂക്കൾ കൊണ്ട് എനിക്ക് ഉണ്ടാക്കി തരണം. രൂപ എനിക്ക് പ്രശ്നമല്ല, എത്ര രൂപയായാലും കുഴപ്പമില്ല, മനോഹരമായിരിക്കണം. അയാൾ എന്നെ 2 പ്രാവശ്യം നോക്കി. തള്ള അഹങ്കാരം പെരുത്ത് അല്ലെ, എന്നെ കണ്ടാൽ അങ്ങനെ ഒരു ലുക്കും ഉണ്ടല്ലോ, അതാണ് ഈ അഹങ്കാരം പിടിച്ചതല്ല. എവിടുന്നാ വരുന്നതെന്നുള്ള മട്ടിൽ അയാൾ എന്നെ നോക്കിയെങ്കിൽ അയാൾ ഉണ്ടാക്കി തന്നു. ഞാൻ പൈസയൊക്കെ കൊടുത്തു. ഞാൻ അവിടുന്ന് വന്നു, പമ്പാടിയിലെത്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര മനോഹരമായിട്ട് ശവോടക്കുകൾ ക്രമീകരിക്കുമെന്ന്. മനോഹരമായ പന്തൽ, എല്ലായിടത്തും കുടിവെള്ളം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു. നമുക്ക് കുപ്പി എടുത്തുകൊണ്ട് അങ്ങ് പോയാൽ മതി. കസേരകളൊക്കെ നല്ല ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. വീണ്ടും ഞാൻ കയറി ചെന്നപ്പോൾ അമ്മച്ചിയുടെ ശവമഞ്ചത്തിന് ചുറ്റും ഇറക്കുമതി ചെയ്ത ഓർക്കിഡ് പൂക്കൾ, തായ്ലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഓർക്കിഡ് പൂക്കൾക്ക് നടുവിൽ സുന്ദരിയായി കിടക്കുന്നു. എൻ്റെ പൂവെ ഞാനൊന്ന് നോക്കി, എന്നാവൂ ഇത് വെക്കണോ തന്നെ എനിക്കൊരു സംശയം. വെക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വെച്ചപ്പോഴാണ് ഞാൻ അമ്മച്ചിയെ ശ്രദ്ധിച്ചത്. എൻ്റെ ദൈവമേ, നോ സുന്ദരിയായിട്ടാണ് കിടക്കുന്നറിയാവോ. ഞാൻ പെട്ടെന്ന് സിസ്റ്ററിനെ ഒന്ന് നോക്കി. സിസ്റ്റർ എന്നെ ഒന്ന് നോക്കി. എന്നാ പറ്റി നിനക്കെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയാം. ആദ്യം ഞാൻ മരിച്ച ആത്മാവിനുള്ള പ്രാർത്ഥന അങ്ങ് നടത്തി. അത് വേണമല്ലോ,
വേണ്ടേ? ആ, അത് നമുക്ക് നടത്തി. മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞേച്ച് സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് ആള് തെറ്റിയിട്ടില്ലല്ലോ, ആ അമ്മച്ചി തന്നെയാണോ ഈ അമ്മച്ചി? അതേടി, നിനക്ക് എന്നാ പറ്റി? അതല്ല, ഇത്ര സുന്ദരിയായിരുന്നു അവര്. അന്നേരം എന്നോട് പറഞ്ഞു, എടി ഈ കാണുന്നതെല്ലാം ഈവന്റ് മാനേജ്മെൻറ്റുകാർ ക്രമീകരിച്ചതാ. മരിച്ചെന്നറിഞ്ഞപ്പോഴേ അമേരിക്കയിലെ മോന് ഈവന്റ് മാനേജ്മെൻറ്റുകാരെ വിളിച്ച് പന്തല, വെള്ളം, കസേര. ഞാൻ പറഞ്ഞു അതെല്ലാം എനിക്കറിയാം, കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പൂക്കളൊക്കെ മനസ്സിലായി. ഈ അമ്മച്ചി, എടി അതാ ഞാൻ പറഞ്ഞു വരുന്നതെന്ന്. മോർച്ചറിയിൽ നിന്ന് എടുക്കാൻ നേരം ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കി കിടത്തിയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആ ബ്യൂട്ടീഷ്യൻ്റെ നമ്പരൊന്ന് വേണമായിരുന്നു. സിസ്റ്ററിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ട്, പേരിന്നതാ, ഈ കഞ്ഞിക്കുഴി തന്നെയാണ്. ആ, എന്നാൽ കുഴപ്പമില്ല, നമ്പർ ഇങ്ങ് തരാൻ പറഞ്ഞു. ഞാനത് മേടിച്ചു. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ 2 മരുമക്കളെ ഇടത്തും വലത്തും പിടിച്ചിരുത്തി. മക്കളെ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. അവരെന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്നാ പറ്റി? അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു, അമ്മ മരിക്കും. എപ്പം? അവർക്ക് സന്തോഷം. മരുമക്കളല്ലേ, അവർക്ക് സന്തോഷം. അവർ ചോദിക്കുക ഉടനെ എങ്ങാനും ഉണ്ടോ? ഞാൻ പറഞ്ഞു അതെനിക്കറിയത്തില്ല, എപ്പോൾ വേണേലും ആകാം. പക്ഷെ മക്കള്, അമ്മ മരിച്ചു കഴിയുമ്പോൾ ഒത്തിരി പേര് കാണാൻ വരാൻ സാധ്യതയുണ്ട്. ചുമ്മാ മെണ കൊണാന്നൊന്നും അമ്മയെ കിടത്തരുത്. ഈ ബ്യൂട്ടീഷ്യനെ വിളിച്ച് ഒരുക്കി വേണം അമ്മയെ കിടത്താൻ. അവരെന്നോട് ഞങ്ങൾ ഏറ്റവും മരിച്ചു തന്നാ മതി എന്നാ പറഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഇപ്പം ചോദിക്കുക സമയമായില്ലേ എന്ന്. ഞാൻ പറയുന്നത് സമയമാകട്ടെ, നിങ്ങൾ ധൃതി വെക്കാതെ. അല്ല, ഞങ്ങൾ 1-2 സാരി കണ്ടു വെച്ചിട്ടുണ്ടെന്ന് എന്നെ ഉടുപ്പിക്കാനേ. ഇതൊന്നും വെറുതെ പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഒരു വാക്ക് പോലും ഞാൻ ആഡ് ചെയ്തതല്ല കേട്ടോ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ക്ലിനിക്ക് ദേവലോക അരമനയിലേക്ക് പോകുന്ന വഴിയിലാണ്. അവിടുന്ന് ഞാൻ അന്ന് രാത്രിയായി ഇറങ്ങിയപ്പോൾ, ഒരു 8 മണി 8:30 ഞാൻ പതുക്കെ ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ കഞ്ഞിക്കുഴി വളവ് തിരിയുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി, അവളൊരു ബ്യൂട്ടീഷ്യനാണ്, ഒരു ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്ന ഒരു പാവപ്പെട്ട കുട്ടിയാണ്. അവൾ അവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, ആ കൊച്ച് അങ്ങോട്ട് പോരാനുള്ളതാണെന്ന് തോന്നുന്നു, നമുക്കതിനെ കൂടെ കറക്കറ്റി കൊണ്ടുപോകാമായിരുന്നു, രാത്രിയല്ലേ, അവളിനി ബസ് കയറി വരണ്ടേ. അപ്പം ഞാൻ കാർ പുറകോട്ടെടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു, മോള് പോരാൻ നിൽക്കുകയാണോ? ആൻറ്റിയുടെ വണ്ടി കടന്നു പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ആൻറ്റി എന്നെ കണ്ടില്ലല്ലോ. ആൻറ്റി എന്നെ കണ്ടായിരുന്നല്ലേ? ഞാൻ പറഞ്ഞു, കണ്ടു, കയറാം, ഞാൻ നിന്നെ അവിടെ കൊണ്ട് വിട്ടേക്കാം. ഞാൻ അങ്ങനെ കയറി. ഈ നോയമ്പ് കാലത്താണ്, ഈ 25 നോയമ്പിൻ്റെ സമയം. അപ്പം ഞാൻ ചോദിച്ചു, മോളെന്താ ഇന്ന് താമസിച്ചത്? അതാ ആൻറ്റി, വർക്ക് ഉണ്ടായിരുന്നു. അതാ വർക്കോ? ആ ആൻറ്റി, ഫേഷ്യൽ ചെയ്യാനും ഡൈ ചെയ്യാനായിട്ട് ഇന്ന് 2-3 കേസ് അർജൻറ്റ് ഇപ്പോൾ ഓടി വന്നതാ. ഞാൻ ചോദിച്ചു, ആൻറ്റീനെ അറിയുന്ന ആൾക്കാരാ? ആൻറ്റിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതാരാ? അത് ഇന്നയാള്. ഓ, അവരെന്താ ഇപ്പോൾ വൈകുന്നേരം, ഇപ്പോൾ നോയമ്പല്ലേ, കല്യാണങ്ങളൊന്നും ഇല്ലല്ലോ. അതല്ല ആൻറ്റി, ആ പുള്ളിക്കാരിയുടെ അമ്മായിയപ്പനില്ലേ, മരിക്കാറായി, മെഡിക്കൽ സെൻറ്ററിൽ ICUവിൽ കിടക്കുക. അന്നേരം 2 ദിവസത്തിനകം മരിക്കും. അന്നേരം ഓടി വന്ന് ചെയ്യാൻ പറ്റുകയില്ലല്ലോ. അപ്പം നേരത്തെ ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി വന്നതാ, ഡൈ ഒക്കെ ഇട്ടേ. കാരണം എല്ലാം ലൈവാണല്ലോ. ഇതും ലൈവാണോ? എല്ലാം ലൈവാണല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായി, ശവോടക്ക് ലൈവാണ്. ശവോടക്കിന് പഴയ പോലെ മണകൊണ സാരിയൊന്നും ഉടുത്തു പോകരുത്. പറയുന്ന കേൾക്കുന്നുണ്ടോ അമ്മമാര്? ഒരുങ്ങി നല്ല മിടുക്കികളായിട്ട്. കാരണം അമേരിക്കയിലും കാനഡയിലൊക്കെ ഇരിക്കുന്നവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. എന്നോ രസമല്ലേ? അതെ, എനിക്കുണ്ടല്ലോ ചില ശവോടക്ക് കാണുമ്പോൾ മരിക്കാൻ തോന്നും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സത്യം, എന്നോ രസവാ. ഞാൻ ഈയിടെ വീട്ടിൽ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് ചാവാൻ എനിക്കും ഇഷ്ടമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ആർക്കാരോടാ ബന്ധം? പറ. ഈവന്റ് മാനേജ്മെൻറ്റുകാരനാ മുത്തേണ്ടതും കരയേണ്ടതും തീരുമാനിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഒരു മക്കൾ. ഞാനിപ്പോൾ ഈ അമ്മച്ചിയുടെ അടക്കിൻ്റെ അന്ന് ഈ പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നു, പ്രാർത്ഥന തുടങ്ങി. അപ്പം നമ്മൾ ഈ ശവടക്കിന് പോയാൽ സത്യം പറഞ്ഞാൽ ഡെഡ് ബോഡി അല്ലല്ലോ നോക്കുന്നേ. ആരൊക്കെ കരയുന്നു, ആരൊക്കെ കരയുന്നില്ല, അങ്ങനല്ലേ? ഞാനും അങ്ങനെ തന്നെ, ഞാനും പെണ്ണല്ലേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ലെന്ന്. ഒരു ചെറുക്കൻ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ പെട്ടെന്ന് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, ഈവന്റ് മാനേജ്മെൻറ്റുകാർ കരയാനും ആൾക്കാരെ ഏർപ്പാടാക്കിക്കൊള്ളുവോ? അന്നേരം എന്നോട് പറഞ്ഞു, അതല്ല, അത് അമ്മച്ചിയുടെ ഡ്രൈവർ, അവൻ്റെ പണി പോയില്ലേ, അതവൻ കരയുന്നേ. അന്ന് പോലും ഞാനും ഒരു പയ്യനെ കൊണ്ട് നടക്കുക, നീ എന്തെങ്കിലും ഒരു ആവശ്യം. എൻ്റെ പൊന്നോ, എന്ത് പ്രഹസനങ്ങളാണ് ഇവിടെ നടക്കുന്നതല്ലേ? ശരിയല്ലേ?
ഇവിടെ ആത്മാർത്ഥതയുണ്ട്, ഇവിടെ റിയാലിറ്റി ഇല്ല. അതിന് അപ്പുറത്ത് നമ്മൾ കുറെ അഭിനയിച്ച് നടക്കുക. ഇങ്ങനെ എല്ലാവരും അഭിനയത്തിന് അവാർഡ് കിട്ടുന്നവരാന്ന് എനിക്ക് തോന്നാറുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നര കൂടുന്നതാണ്. ശരീരം എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം. അതിനെ നമ്മൾ ഭംഗിയായി കൊണ്ട് നടക്കും, കുളിപ്പിച്ച് പൗഡറൊക്കെ ഇടിപ്പിച്ച് നല്ല സ്റ്റൈലിൽ കൊണ്ട് കിടക്കും. പക്ഷെ നമുക്കറിയാലോ, ഏറിയാൽ എത്രയാ ആയുസിന്റെ ദൈർഘ്യം? 60 70. എനിക്ക് 71 ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ അല്ലേ, ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് 70 വല്ല കാര്യമാണ്? അങ്ങനെ പറയേണ്ട വല്ല കാര്യമാണ്? എനിക്കിട്ട് 90. നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈയിടെ പത്രത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ഒരു പഠനം റിപ്പോർട്ട് ചെയ്തിരുന്നു. 65 വയസ്സ് വരെ യൗവനം, യുവതി. 66 മുതൽ 80 വരെ മിഡിൽ ഏജ്, മധ്യവയസ്ക. പിന്നെ 80 കഴിഞ്ഞാലേ വാർദ്ധക്യമുള്ളൂ. ഇത് ലോകാരോഗ്യ സംഘടനയാ പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ആരാ? യുവതിയാ. വേറെ ഈ സുപ്രീം കോടതിയുടെ ഒരു വിധി, അത് നിങ്ങൾ വായിച്ചോന്ന് എനിക്ക്. നിങ്ങൾ പത്രം വായിക്കണം കേട്ടോ. ചുമ്മാ ഈ സൂത്രം തൂത്തോണ്ടിരിക്കുന്ന നേരത്തിന് പത്രം വായിച്ചാലേ ഇതൊക്കെ അതായത് എന്നാന്നറിയോ, 50 വയസ്സുള്ള ഒരു സ്ത്രീയെ കിളവിന്ന് വിളിച്ചാൽ നമ്മൾ അകത്താ. മനസ്സിലായി? ഇൻസൾട്ടാ. കിളവിന്ന് വിളിക്കാൻ പാടില്ല, യുവതി. അതൊക്കെ വായിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. എൻ്റെ ദൈവമേ, അതെ. ഏറിയാൽ 80 പോരാ, 80 ഇപ്പം ഇങ്ങനെ അടുക്കും. ഞാനൊരു 90 ഒക്കെ പിടിക്കണമെന്നാണ് എൻ്റെ വിചാരം. എൻ്റെ ചാച്ചൻ്റെ മൂത്ത പെങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, 97 കഴിഞ്ഞ്. ഒരു കുഴപ്പമില്ല, ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, ഒരു കുഴപ്പമില്ല, മിടുക്കിയായിട്ടിരിപ്പുണ്ട്. ഞാൻ മിക്കവാറും ഓടിപ്പോവും ഒന്ന് കെട്ടിപ്പിടിച്ച് ചുമ്മയില്ല, എന്നാ പറയുക, ചാർജ് ചെയ്യാൻ. എന്നിട്ട് ആ പാരമ്പര്യം എനിക്കാന്നും പറഞ്ഞ് ഞാനിങ്ങനെ നടക്കുക. അറിയില്ല, അറിയാൽ 85 അല്ലെങ്കിൽ 90. അത്രയും വർഷം ജീവിക്കാനുള്ള പരാക്രമമാണോ മനുഷ്യൻ കാണിക്കുന്നത്? ആണോ? മനുഷ്യനിൽ ആസക്തികൾ കൂടി. എന്തിനോടൊക്കെ? കള്ള്, പെണ്ണ്, ഡ്രഗ്, അല്ലേ? അതെ, ആസക്തികൾ, ഈ ലോകത്തോടുള്ള അമിതമായ ആവേശം ഒരു വശത്ത്. ഇന്ന് ഞാൻ കോട്ടയം തൊട്ട് ഇവിടം വരെ വന്നപ്പോൾ ഞാൻ ഓർത്തി, കേരളം മുഴുവൻ എത്ര മനോഹരമായ വീടുകൾ, മത്സരിച്ച് വീടുകൾ. സമ്മാനം ഏതിന് കൊടുക്കണമെന്ന് നമുക്ക് തോന്നും. എല്ലാ വീടുകളുടെയും മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടങ്ങൾ, നല്ല ഗേറ്റ്, നല്ല പട്ടിക്കൂട്, അതിനേക്കാളും നല്ല പട്ടി. ചില വീട്ടിൽ 2ഉം 3ഉം പട്ടി. പിള്ളേരെ വളർത്തുന്നതിനേക്കാൾ കാര്യമായിട്ട് AC റൂമിൽ പട്ടിയെ വളർത്തുന്നുണ്ട്. അത് നല്ലതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പിള്ളേർക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. എനിക്ക് ഈയിടെ ഒരു പെണ്ണെ കൊണ്ട് വന്നു, അവൾ ആർക്കിടെക്റ്റാണ്. അപ്പം അവളോട് ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ഫാമിലി? അപ്പം അവൾ എന്നോട് പറഞ്ഞു, നമുക്കിഷ്ടമുള്ള എന്തിൻ്റെയും കൂടെ ജീവിക്കുന്നതിനെ നമ്മുടെ ഫാമിലി എന്ന് പറയും. ഓ, അത് കൊള്ളാം. അപ്പം ഞാനും എൻ്റെ പട്ടിയും കൂടുന്നതാണ് അവിടെ ഫാമിലി എന്ന് അവൾ പറഞ്ഞത്. അവൾ പറഞ്ഞു, അവിടെ പട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ പേരതാണ്ട് ജൂഡെന്നോ അങ്ങനെ അതേ പറയാൻ പറ്റത്തുള്ളൂ. പട്ടി എന്ന് പറഞ്ഞാൽ അവൾ എന്നെ അടിക്കും. ഞാനും എൻ്റെ ജൂഡും കൂടുന്നതാണ് എൻ്റെ ഫാമിലി. അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. എനിക്കവനെ ഇഷ്ടം, അവൻ എന്നെ ഇഷ്ടം. ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. എനിക്ക് കല്യാണം വേണ്ട, ഞാനും അവനും കൂടെ ജീവിക്കാനാണ് പ്ലാൻ. അപ്പം എനിക്ക് തോന്നി അത് നല്ല ഐഡിയയാ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ടൊന്നും പറയുകയല്ലോ, ഇടയ്ക്കൊന്ന് കുറച്ച് കാണിക്കത്തില്ല. അതെ, ഇടയ്ക്കൊന്ന് കുറച്ചോട്ടെ, നമുക്ക് സമാധാനമുണ്ട്. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു, ഫാമിലി എന്ന് പറയുന്ന അതല്ല മോളെ. ഞാൻ അവളോട് പറഞ്ഞു, അപ്പനും അമ്മയും മക്കളും ചേരുന്നതാണ് ഫാമിലി. അങ്ങനെ വരുമ്പോൾ ഇതിനൊരു പ്രോഡക്റ്റ് ഉണ്ടാവുമോ? പട്ടിക്കുഞ്ഞുണ്ടാവുമോ? മനുഷ്യക്കുഞ്ഞുണ്ടാവുമോ? അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലുള്ള സ്ത്രീകൾ മൊത്തം അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ നീയും ഞാനും ഈ ഭൂമി ഒന്നും കാണില്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ഇതെല്ലാം നിന്നു പോവില്ലേ മോളെ? അപ്പോൾ നിനക്കെന്തോ വൈകല്യങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ നിനക്ക് പറ്റണം. ഇങ്ങനെ വരുന്ന തലതിരിഞ്ഞ്, അതെ, ആസക്തികൾ പലതിനോടും കൂടുന്നു. രണ്ടാമത്തേത് ആത്മാവാണ്. ദൈവത്തിൻ്റെ നമ്മളിലെ അംശമാണ് ആത്മാവെന്നും
മരണശേഷം ഈ ആത്മാവ് ദൈവത്തോട് ചേരുമെന്നും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. എല്ലാ മതത്തിൻ്റെ ഈ സാരാംശം ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ ജീവിതത്തിൻ്റെ അവസാനം വേറൊരു ജീവിതമില്ലെങ്കിൽ നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ്. അല്ലേ? ശരിയല്ലേ? നമുക്ക് തോന്നിയ പോലെ ജീവിക്കാം. നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റാതെ വരുന്നത് ദൈവഭയം ഉള്ളത് കൊണ്ടാണ്. ഈ ജീവിതത്തിൻ്റെ അവസാനം നമുക്ക് ദൈവത്തോട് ചേരണം. അപ്പോൾ ഞാൻ പറയുന്നത്, ആ ഒരു ആത്മീയത ആർക്കാ ഇവിടെ ഇപ്പോൾ ഉള്ളത്? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? എന്താണ് ആത്മീയത? പള്ളി പോകുന്നതാണോ? ബൈബിള് വായിക്കുന്നതാണോ? മർത്തമറിയ സമാജത്തിൽ പ്രവർത്തിക്കുന്നതാണോ? അതോ എന്താ പറയാ, വൈകിട്ടിരുന്ന് എന്താണ് ആത്മീയത? ഇതിനെ ഒന്നും ഞാൻ ആത്മീയത എന്നൊരു കേരളം മുഴുവൻ ധ്യാന കേന്ദ്രങ്ങൾ, കല്ലെടുത്തെറിഞ്ഞ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിന്റെ മണ്ട വീഴും. എന്തോരോ ധ്യാന ഗുരുക്കന്മാർ. അയ്യോ, ഞാൻ വളംനാലച്ഛൻ്റെ കൂടി, പൂർണ്ണത്തിലച്ഛൻ്റെ കൂടി, ഞാൻ പിന്നെ വട്ടായിലച്ഛൻ്റെ, അയ്യോ വയലാവണ്ണിലച്ഛൻ്റെ കൂടിക്കൊണ്ടിരിക്കുക. അയ്യോ എൻ്റെ ദൈവമേ, ഇന്ന് രാവിലെ ഒരാൾ എന്നോട് പറഞ്ഞു 5:45 ഞാൻ എഴുന്നേക്കുന്നത്. അതെന്നാ? 5:45 ഒരു പ്രാർത്ഥനയുണ്ട്, അത് പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും. അത് ഏതാണ്ട് ഒരു അച്ഛൻ്റെ ഇതിനകത്തെങ്ങാണ്ട് വരുന്നത്, എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചാൽ, നമ്മുടെ ആത്മീയത ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈയിടെ ഞാൻ ഒരു പള്ളിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോയി. അപ്പോൾ ഇതുപോലെ അച്ഛന്മാരും ഞാനും കൂടി ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അന്ന് സൺഡേ സ്കൂളിൽ ഏതാണ്ട് സംഘടനയുടെ വാർഷികം, പല പരിപാടികളാണ്. അപ്പോൾ ഇങ്ങനെ ഏതാണ്ടൊക്കെ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നത് വികാരിയച്ഛൻ്റെ അടുത്താണ്. അപ്പോൾ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, ഗ്രേസ് ചേച്ചി, ഞാനൊരു ആളെ കാണിച്ചു തരാം, ഇപ്പം അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ഇല്ല അച്ഛാ, ഇപ്പം നോക്കത്തില്ല, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കത്തുള്ളൂ. അതെ, അങ്ങ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വാ, 5ാമത്തെ റോ. വന്നോ? വന്നച്ചാ വന്നു. ഒരു ക്രീം സാരി കണ്ടോ? കണ്ടച്ചാ കണ്ടു. ഇനിയും തലക്കിലോട്ട് വാ ഗ്രേസ് ചേച്ചി. വന്നച്ചാ വന്നു. 3ാമത്തെ റോയിലോട്ട് വാ. പോയച്ചാ പോയി. പച്ച ചുരിദാറ് കണ്ടോ? കണ്ടു. അമ്മായിമ്മയും മരുമോളുവാ. അച്ഛൻ എന്നോട് പറഞ്ഞു, അമ്മായിമ്മയും മരുമോളുവാ. മർത്തമറിയ സമാജത്തിൻ്റെ നെടും തൂണുകളാണ് രണ്ടുപേരും. ഇത്ര നന്നായി കാര്യങ്ങളേപ്പിച്ച ചെയ്യുന്നവരിവിടെ ഇല്ല. പക്ഷേ അമ്മായിമ്മയും മരുമോളും കൂടെ മിണ്ടുകയല്ല. ഞാൻ ചോദിച്ചു, ഒരു വീട്ടിൽ മേളത്തെ നിലയിൽ മരുമോളും 3 പിള്ളേരും, അവളുടെ ഭർത്താവ് ദുബൈയിലാണ്. താഴത്തെ നിലയിൽ അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയത്, അമ്മച്ചി ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ല. അമ്മച്ചി തന്നെ ആഹാരം കഴിക്കുന്നു, മേളിലുള്ളവർ അവിടെ കഴിയുന്നു. അതാണ് അവരുടെ പോക്ക്. പക്ഷേ ഇവർ രണ്ടും കറക്റ്റായിട്ട് പള്ളി വരുന്നു, നോയമ്പെടുക്കും, ഉപവാസം എടുക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. ദൈവം പ്രസാദിക്കില്ല. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈയിടെ ഒരു പിരിവിന് പോയി അവിടെ. അതെ, പള്ളി ഇത്തിരി റെനോവേഷനിലായിരുന്നു. അന്നേരം പോയതാ. അവിടെ ചെന്ന് ബെല്ലടിച്ചപ്പോൾ അമ്മച്ചി ഇറങ്ങി വന്നു. അച്ഛനായിരുന്നോ? ഇരിക്കച്ചാ. എന്താ അച്ഛാ? അതെ, ഞാൻ പറഞ്ഞില്ലേ പള്ളിയുടെ. അയ്യോ, ഞാനങ്ങ് മറന്നുപോയി. ഞാനത് എൻ്റെ അച്ഛാ ഇപ്പം ഇരിക്കെ. ഓടി ചെന്ന് 2000 രൂപ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ 2000 രൂപ ഇരിക്കട്ടെ, ഇത്രേ ഉള്ളൂ. ഇപ്പം കാശൊന്നും വീട്ടിലധികം വെക്കലല്ലേ, ഈ ഗൂഗിൾ പേ ഒക്കെ അല്ലേ. കാശ് വരും, തരാം, ഞാൻ വീണ്ടും തരാം. ഇപ്പം അച്ഛൻ വന്ന സ്ഥിതിക്ക് 2000. അപ്പം അച്ഛൻ പറഞ്ഞു, ബീനായെ ഒന്ന് വിളിക്കാവോ? ഞാനോ? അവളെയോ? ഞാൻ വിളിക്കില്ല. അണ്ട് ആ ഭിത്തിയിൽ അവിടെ നമ്പറാണ് എഴുതിയിട്ടേക്കുന്നത്. മരുമോടെ നമ്പർ ഭിത്തിയിൽ വലുതായിട്ട് എഴുതിയിട്ടിരിക്കുക. ആരേലും മരുമോളെ തേടി വന്നാൽ ആ നമ്പറിൽ വിളിച്ചോളാനാണ് അമ്മച്ചി പറയുന്നത്. എന്നിട്ട് അമ്മച്ചി ചാടിക്കേറി പെരക്കകത്ത് ഒരു കഥ അടച്ചു. അച്ഛൻ അവിടെ വിളിച്ചു, ഭിത്തിയെ നോക്കി മരുമോളെ വിളിച്ചു. മരുമോൾ ഇറങ്ങി വന്ന്, അച്ഛനായിരുന്നു. എന്താ അച്ഛാ? അത് ഇന്നാൾ പറഞ്ഞേ ബീന. അയ്യോ ശരിയാണല്ലോ, ഞാനിപ്പോഴാണ് ഓർത്തെ. 5000 രൂപ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ പുള്ളിക്കാരൻ്റെ പൈസ ഈ മാസത്തെ വന്നിട്ടില്ല, വരുമ്പോൾ ഞാൻ തരാം. ഇപ്പം അവരെന്നാ തന്ന് തള്ള 2000. അയ്യോ 2000, ഇതാച്ചാ അവർ കുഴപ്പക്കാരിയാന്ന് പറയുന്നത്. അവരുടെ കെട്ടിയോൻ്റെ 2 പെൻഷൻ അവർക്ക്. അയാൾ പട്ടാളത്തിലായിരുന്നു എൻ്റെ പെൻഷൻ. ഇവിടെ വന്ന് വേറൊരു ജോലി ചെയ്ത് ഇതിൻ്റെ പെൻഷൻ.
പൂത്ത കാശ് തൊള്ളയുടെ കയ്യിലുണ്ടച്ചാ, പൂത്ത കാശ്. അനക്കത്തില്ല 2000 ഉലുവ. അച്ഛൻ ഇത് കൊണ്ടുപോകും, ഞാൻ അച്ഛൻ ഇനിയും തരും. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവർ പിണങ്ങിയിരിക്കുന്നതായി എനിക്കിഷ്ടം. കാരണം ഇവർ രണ്ടുപേരും കൂടെ യോജിപ്പിലായിരുന്നെങ്കിൽ രണ്ടും കൂടെ അകത്ത് പോയി ആലോചിച്ച് ഒരു 3000 രൂപ. ഏതായാലും അതിനെനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്കിവരെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇവർ കാണിക്കുന്നത് പ്രഹസനാണല്ലോ, തമ്പുരാൻ്റെ അടുത്ത് ഇത് ചെല്ലുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഗ്രേസ് ചേച്ചിക്കാകുമ്പോൾ കട്ടിയായിട്ട് പറയാമല്ലോ എന്ന്. വല്ലതും പിടികിട്ടിയാ? ഞാനിപ്പോൾ കട്ടിയായിട്ട് പറയുക. വീട്ടിൽ മരുമകളോട് മിണ്ടാതെ എന്നാ കൺവെൻഷനിൽ വന്നിരുന്ന് പ്രസംഗം കേട്ടാലും പ്രയോജനമില്ല. അമ്മായിമ്മയും ഈയിടെ വേറൊരു അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മരുമോൾ എന്നെ കണ്ട ഉടനെ പാട്ട് പാടുമെന്ന്. ഞാൻ പറഞ്ഞത് നല്ലതല്ലേ? ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ? അടുക്കളയിലോട്ട് ചെല്ലും, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമൻ. നല്ല പാട്ടല്ലേ? അപ്പം പറയാം, അത് അവളോ. പിന്നെ പറഞ്ഞ വാക്കൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അമ്മച്ചി 2-3 വേണ്ടാത്ത വാക്കൊക്കെ ഉപയോഗിച്ചു. എനിക്കറിയില്ല. ഇതാണ് കുടുംബം, ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? എന്നോട് സ്ത്രീകൾ പിണങ്ങല് കേട്ടോ. സ്ത്രീയുടെ ആത്മീയതയാണ് കുടുംബത്തിൻ്റെ ആത്മീയത എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. ഒരമ്മയുടെ ആത്മീയതയാണ് ഒരു കുടുംബത്തിൻ്റെ ആത്മീയത. ഒരമ്മയുടെ പ്രാർത്ഥനയാണ് മക്കളുടെ പ്രാർത്ഥന. നിങ്ങൾ പഠിപ്പിക്കുക പോലും വേണ്ട, നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. ഏത് പള്ളി കയറിയാലും ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അറിയാതെ അതങ്ങ് വരിക. കുഞ്ഞിലെ കൊണ്ട് മുട്ടുകുത്തി നിർത്തി എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച പ്രാർത്ഥന ഇന്നും. ഞാൻ രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഒരു കട്ടൻ കാപ്പി ഇട്ടിട്ട് ബൈബിൾ എടുത്ത് വെച്ച് എൻ്റെ ഭർത്താവിൻ്റെ സങ്കീർത്തനം, മൂത്ത മകൻ്റെ ഭാര്യയുടെ, രണ്ടാമത്തെ മകൻ്റെ ഭാര്യയുടെ, ഇത്രയും സങ്കീർത്തന ഭാഗങ്ങൾ വായിച്ച് അവരെ ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് നടക്കാൻ ഇറങ്ങുന്നത്. എൻ്റെ മരുമോള് അടുക്കളയിലാണ്. അവൾ 5 മണിക്ക് മുമ്പ് കയറും. എനിക്കും അവിടെ പിള്ളേർ 3 എണ്ണം, എൻ്റെ മകൻ്റെ പിള്ളേർ 4 പൊതി കെട്ടണം. പിന്നെ 4 പേർക്കും കഴിച്ചിട്ട് പടപടാന്ന് ഓടണം. ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് 6:25 അവൾ ഈ പിള്ളേരെ യൂണിഫോം ഇടിപ്പിച്ച് പള്ളിയിലുണ്ട്. അവനും കാണും. എല്ലാ ദിവസവും അവന് പറ്റിയില്ലെങ്കിലും മിക്കവാറും അവൻ കാണും. പക്ഷേ എന്നെക്കാൾ വിശ്വാസമുള്ള ഒരു മകൾ, എന്നെക്കാൾ നന്നായി പ്രാർത്ഥിക്കുന്ന കുട്ടി. ഞങ്ങൾ കാറിൽ ഞാൻ തിരിച്ചു വരും അവരുടെ കൂടെ. പിന്നെ ഞങ്ങൾ പടപടാന്ന് ചെയ്ത് പിള്ളേരെ വിട്ടു, ഞാൻ പോയി. അങ്ങനെ ഒരു ഡെയിലി റുട്ടീനുണ്ട്. ആ കുട്ടിയുടെ അമ്മയെ വിളിച്ച് ഞാൻ നന്ദി പറയാറുണ്ട് ഇതിനെ വളർത്തി തന്നതിൽ. എല്ലാത്തിനും ഓർഡറാണ്. തിങ്കളാഴ്ച ഞങ്ങളുടെ വീട്ടിൽ പുട്ട്, ചൊവ്വാഴ്ച ഉപ്പുമാവ്, ബുധനാഴ്ച ഇഡ്ഡലി, വ്യാഴാഴ്ച ഇതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. സാധനമല്ല, ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ലിസ്റ്റ്. ഇതനുസരിച്ച് കാര്യം നല്ല സിസ്റ്റമാറ്റിക്കാണ്. എനിക്കത്ര സിസ്റ്റമാറ്റിക് ഒന്നും അല്ല. ഞാനിങ്ങനെ ഈ ലോകം മുഴുവൻ പോകാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്നറിയോ, നല്ലൊരമ്മയ്ക്ക് മക്കളെ ഇങ്ങനെ വളർത്താൻ പറ്റും. പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ദൈവവിശ്വാസം കുറയുന്നു, നിരീശ്വരവാദം കൂടുന്നു. കഴിഞ്ഞ ദിവസം ഒരു പയ്യന്, അവൻ സാത്താൻ സേവക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പയ്യനാ, ബിടെക്കുകാരനാ. അവൻ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. അവൻ എന്നോട് പറഞ്ഞു അവന് ശമ്പളം 30,000, പക്ഷേ സാത്താൻ സേവക്കാർ അവന് 1,00,000 രൂപ വേറെ കൊടുക്കും. അപ്പോൾ അവൻ്റെ വരുമാനം 1,30,000. ഒരു കേസൊന്നും അല്ല. അത് ഓർത്തഡോക്സ് എന്നോ മർത്തോമയെന്നോ കത്തോലിക്കെന്നോ വ്യത്യാസമില്ലാതെ ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉറക്കം കെടുത്തുന്നു എന്ന്. സാത്താൻ സേവക്കാരുടെ പുറകെ പോകുന്നവർ ദൈവാനുഭവം. എന്നിട്ട് ഇവർ ഓരോ കാരണം പറയുന്നു. അച്ഛന്മാരെ കുറ്റം പറയുന്നു, തിരുമേനിമാരെ കുറ്റം പറയുന്നു. അതാണോ സഭ എന്ന് പറയുന്നത്? ഇവരുടെ ആരുടെയും വകയല്ലല്ലോ, നമ്മുടെ മൊത്തമല്ലേ. അപ്പോൾ ഞാൻ അമ്മമാരോട് പറയുന്ന ഒരു അമ്മയുടെ ആത്മീയത സ്ട്രോങ് ആണെങ്കിൽ ഈ ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഒരു വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു. 3ാമത്തത് മനസ്സാണ്. ഈയിടെ ഞാനൊരു ജേർണലിൽ വായിച്ചു, ഇന്ത്യയിലെ മാനസിക രോഗികളുടെ എണ്ണം ഭയാനകമായി കൂടുന്നു.
അവരുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ മാനസിക രോഗ ചികിത്സയ്ക്ക് വിറ്റുതീരുന്ന മരുന്നിൻ്റെ 30% വിഴുങ്ങുന്നത് മലയാളിയാണ്. മലയാളിക്ക് കിറുക്ക് കൂടുന്നെന്നാണ് അവരുടെ ഒരു കണ്ടുപിടുത്തം. അവർ വേറൊരു കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നേരാണോന്നൊന്നും എനിക്കറിയില്ല. കേരളത്തിൽ 5 വീട്ടിൽ ഒരാൾക്ക് വട്ടമുണ്ടെന്ന്. നിങ്ങൾക്കൊക്കെ ഒരിടവകയിൽ എത്ര വീടുണ്ടോ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത്രയും വട്ടന്മാരോ വട്ടികളോ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. 5, അതായത് 5 വീട്ടിൽ ഒരാൾക്ക് വട്ട്. അല്ല, നമുക്ക് ശകലം ഉണ്ട്. പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാറില്ലേ, പറയാറില്ലേ, എനിക്ക് നല്ല ഗിറുക്ക് പിടിച്ച് നിൽക്കുക പൊന്നു മനുഷ്യനെ എന്നോട് ഇപ്പം മിണ്ടാം. അതെ, വേറൊരു കണക്ക് പറയുന്നുണ്ട്, അമേരിക്കയിൽ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വട്ടുണ്ടെന്ന്. നേരാണോന്ന് എനിക്കറിയില്ല. അമേരിക്കയ്ക്ക് പോകാൻ ഞാൻ നന്നായി. അല്ല, നമ്മളിപ്പോൾ അതിനകത്തെങ്ങനെ പെട്ടെങ്കിലോ. പക്ഷെ നമുക്കുണ്ട് ശാലം കുഴപ്പം. മനസ്സ് ശരിയല്ല. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക, ആരോടും പറയാൻ കൊള്ളുകയില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ് ഈ നടക്കുന്നത്. ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ, മാതാപിതാക്കളെ തട്ടുന്ന മക്കൾ, മക്കളെ തട്ടുന്ന മാതാപിതാക്കൾ. നമ്മൾ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരമ്മ 2 മക്കളെ കെട്ടിവെച്ചിട്ട് കണ്ടി ചാടി. പിന്നെ ഒരു ഡോക്ടറെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണിനെ പ്രേമിച്ചു, അവൾ ഡോക്ടറായി, അവൻ ഓട്ടോറിക്ഷ ഡ്രൈവർ. അവൻ 2 പിള്ളേരെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യൻ്റെ ആ ക്രിമിനലിസം വളരുന്നു, കുറ്റകൃത്യങ്ങൾ ഭയാനകമായി കൂടുന്നു. ഈ കേരളത്തിൽ 2 മാനസിക രോഗാശുപത്രികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കുതിരവട്ടം, 2 ഉളമ്പാറ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ എല്ലാ ആശുപത്രികളിലും സൈക്യാട്രി സജ്ജമാണ്. അവിടെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയ വാക്ക് ഡിപ്രഷൻ. ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയ വാക്ക് അതാണ്. വരുന്നവർക്കൊക്കെ ഡിപ്രഷനാണ്. അപ്പോൾ ഈ ഡിപ്രഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കണം വേണ്ടേ? വേണം. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 മാതൃകകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അപ്പൻ്റെ അമ്മയുടെയും കൈകളിലൂടെ മക്കളിൽ വന്നുപെടുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകളേറെയാണത്രേ. പിടികിട്ടുന്നുണ്ടോ? ഇപ്പം കള്ളടിച്ച് വെളിവില്ലാതെ വീട്ടിൽ വരുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മളിൽ എത്ര സ്ത്രീകളെ കൊണ്ടാണ് പറ്റുക? സന്തോഷത്തോടെ. മനസ്സിലായില്ലേ? ഞാൻ എത്ര നേരമായി നീ നോക്കിയിരിക്കുന്നു, നല്ല മണമാണല്ലോ, നീ ഏത് ബാറിലാണ് നീ കയറിയത് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഒന്നാതെ വായിന്ന് വരുന്ന കുമ്മാന്നുള്ള മണം, ഉണ്ടാതെ കൊഴാന്നുള്ള ആട്ടോ സംസാരവും. ആ സ്ത്രീയിലുണ്ടാവുന്ന വികാരം വെറുപ്പാണ്. വെറുപ്പിൻ്റെ മൂർധന്യതയിൽ അവർ പറയും കാല. കൊട്ടാരക്കര ഭാഗത്ത് എന്നാ പറയുന്നത്? കോട്ടയം ഭാഗത്ത് കാലമാടൻ എന്ന് പറയും, പണ്ടാരക്കാലൻ എന്ന് ചിലർ വിളിക്കും. ഞാൻ ഈയിടെ കാസർഗോഡ് ഒരു പരിപാടി, അതൊരു MESൻ്റെ പരിപാടിയാണ്, മുസ്ലിം സ്ത്രീകളായിരുന്നു. അവർ മുതുകാലൻ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടോ കാലമാടൻ. ടീച്ചർ ഒരു ഹെഡ് മിസ്സസ് ആയതുകൊണ്ട്, അറിവുള്ള സ്ത്രീ ഞാനതൊക്കെ വരവ് വെച്ചു. അതെ, കൊട്ടാരക്കര കാലമാടൻ. പതിവുപടി വന്നിരിക്കുന്നു. മനസ്സിൽ വെറുപ്പും പിറമേ അഭിനയമായി ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ, അവർക്കുണ്ടാവുന്ന കുട്ടി പ്രശ്നകാരിയായിരിക്കും. പിള്ളേരുടെ പ്രശ്നമല്ല. മാതാപിതാക്കൾക്ക് ഇല്ലാത്ത യാതൊരു പ്രശ്നവും മക്കൾക്ക് ഉണ്ടാവുമെന്ന് കരുതരുതേ. മുടക്കുമുതൽ അനുസരിച്ചേ ലാഭം പ്രതീക്ഷിക്കാവൂ, കൊള്ള ലാഭം പ്രതീക്ഷിക്കരുത്. കേൾക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ്
നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നുണ്ട്. ഞാൻ ജനിച്ചത് എൻ്റെ മാതാപിതാക്കളുടെ വളരെയേറെ നാളത്തെ പ്രാർത്ഥന. വിവേകാനന്ദൻ്റെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളില്ലാതെ വളരെ നാൾ വിഷമിച്ചു. അമ്പലങ്ങളിൽ അമ്പലങ്ങൾ തോറും പ്രാർത്ഥനയും വഴിപാടുമായി നടന്ന് അവരുടെ ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ കിട്ടിയ ഉത്തരമാണ് സ്വാമി വിവേകാനന്ദൻ. അതാണ് അദ്ദേഹം എഴുതി വെച്ചത്. ഞാൻ പിറന്നു വീണത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈശോയുടെ അമ്മയായ മറിയത്തിൻ്റെ ജനനത്തിന് ഒരു വിഭാഗം രണ്ടുപേർക്കൂടെ ജീവിക്കാൻ മാറ്റിവെച്ചിട്ട് ഈ യോവാക്യം 40 രാവും 40 പകലും ഒരു മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കാലം അത്രയും അന്ന ജെറൂസലേം ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. 40 രാവും 40 പകലും ഭർത്താവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അന്ന ജെറൂസലേം ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 40 രാവും 40 പകലും രണ്ടുപേരും പ്രാർത്ഥിച്ചതിന് ശേഷം അവരൊരുമിച്ച് ജീവിക്കാൻ വന്നപ്പോൾ അവർക്ക് കിട്ടിയ മുത്താണ് പരിശുദ്ധ കന്യാമറിയം. ഈശോയുടെ അമ്മയാകാനുള്ള സ്ത്രീയെ എത്ര കരുതലോടെ ദൈവം ഒരുക്കി എടുത്തു. അതെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളുടെ ആ പ്രാർത്ഥനയും പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധിയും അടുത്ത തലമുറയെ രൂപപ്പെടുത്താൻ സഹായകമാകുന്നു. നമ്മുടെ പണി എന്ന് പറയുന്നത് തലമുറകളെ രൂപപ്പെടുത്തി എടുക്കുക. മക്കളും കൊച്ചുമക്കളുമായി നമ്മൾ രൂപം കൊടുക്കുന്ന തലമുറകൾ. ഞാൻ സ്കൂൾ തൊട്ട് പ്രസംഗിക്കും, എഴുതും. എൻ്റെ ചാച്ചൻ എന്നെ വളർത്തിയത് അങ്ങനെയാണ്. സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് എന്നെ കൊണ്ടുപോയത് എൻ്റെ ചാച്ചനാണ്. സമ്മാനം കിട്ടിയില്ലെങ്കിൽ ചാച്ചൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് എനിക്കായി ഒരു സമ്മാനം ചാച്ചൻ തന്നിട്ടുണ്ട്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായപ്പോൾ, ഞാൻ കോളേജ് യൂണിയൻ എഡിറ്ററായി ഇലക്ഷൻ നിൽക്കുമ്പോൾ എൻ്റെ കോളേജിൻ്റെ മതിലുകളിൽ എൻ്റെ ഫോട്ടോ വെച്ച പോസ്റ്ററുകൾ ഒട്ടിച്ചത്, രാത്രി മുഴുവൻ ഒരാളെ കൂട്ടി ഒട്ടിച്ചത് എൻ്റെ അപ്പനാ. എനിക്കറിയാം ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് എൻ്റെ അപ്പൻ്റെ മകളായതുകൊണ്ടാണ്. എൻ്റെ അപ്പൻ്റെ അഡ്രസ്സിൽ അറിയപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും. എവിടത്തെയാന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കുടുംബം, ഞാൻ ഇന്നടത്തെയാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമാണ്. പൗവത്തിൽ തിരുമേനിയുടെ വീട്ടിലെയാണ് ഞാൻ. എൻ്റെ വല്യപ്പച്ചൻ്റെ ചേട്ടൻ്റെ മകനാ തിരുമേനി. ആ കുടുംബം എൻ്റെ അപ്പൻ എനിക്ക് തന്നതൊക്കെയാണ് ഞാൻ. പക്ഷെ എൻ്റെ മക്കൾ രണ്ടും അവരുടെ അപ്പനെ പോലെ. ഞാൻ എൻ്റെ അപ്പനെ പോലല്ലേ. എൻ്റെ കെട്ടിയൻ പ്രസംഗിക്കത്തില്ല. എൻ്റെ കെട്ടിയൻ സ്റ്റേജ് കണ്ടാൽ മൂത്രം ഒഴിക്കും. അത്ര കെട്ടിയവൻ്റെ ഭാര്യയായത്. ഒരു രക്ഷയില്ല. ഞാൻ പ്രസംഗം എഴുതി കാണാതെ പഠിപ്പിച്ചിട്ട് ആ ലയൺസ് ക്ലബിലും ഒക്കെ കൊണ്ടുപോയിരുന്നു പ്രസംഗിപ്പിക്കുന്നത്. വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ച്. അത്തറി പാർട്ടിയുടെ മക്കൾ അവർ രണ്ട് അതുപോലെ. പക്ഷെ എൻ്റെ മൂത്ത മകൻ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അസൽ ഞാൻ, ഒരു വ്യത്യാസവും ഇല്ല. ഇതേ ഷേപ്പ്, ഇതേ നടപ്പ്, ഇതേ പ്രസംഗം. അവൾ എന്നെക്കാൾ നന്നായി പ്രസംഗിക്കും. അവൾ 3 പുസ്തകം എഴുതി കഴിഞ്ഞു. ആ പ്രായത്തിൽ ഞാനത് ചെയ്തിട്ടില്ല. പക്ഷേ അവൾ നന്നായി കമ്പയർ ചെയ്യും, നന്നായി എഴുതും. അവൾ വായിച്ചു കൂട്ടുന്ന പുസ്തകങ്ങൾ, DC ബുക്സിൽ ഏത് പുസ്തകം വന്നാലും അവരെന്നെ വിളിക്കും, മാഡം മോൾ ചോദിച്ച പുസ്തകം വന്നിട്ടുണ്ടെന്ന് പറ. അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇരുന്ന് പഠിച്ച കസേര എൻ്റെ വീട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് അവളെ ഞാൻ അതേലിരുത്തി പഠിപ്പിക്കുക. സംഭവം മനസ്സിലായില്ലേ? ഞാൻ അവളോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ആ കസേരയിൽ ഇരുന്നവരെല്ലാം വലിയ ആൾക്കാരായിട്ടുണ്ടെന്ന്. ആ കസേരയിൽ ഇരുന്നവരെല്ലാം വലിയ ആൾക്കാരായിട്ട്. ചാരി കസേര ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാരണം അതെന്നെ കുറേ പേടിപ്പിച്ചതാണ്. അതെ, തൊടാൻ അനുവാദം ഇല്ലായിരുന്നു. വല്യപ്പം കിടന്ന കസേരയെ അത് ഞാൻ പോളിഷ് ചെയ്തൊരു സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആരോടും തൊടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വല്യപ്പം വരുമോന്ന പേടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നറിയാം, പാരമ്പര്യം മാറ്റാൻ പറ്റിയല്ല. കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തേത് സാഹചര്യം. ഞാൻ പണ്ട് സൈക്കോളജി പഠിച്ചപ്പോൾ ഞാൻ പഠിച്ചതെന്നറിയാം, നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല പിള്ളേരുണ്ടാവും. സായിപ്പ് എഴുതി വെച്ചതാണ്. സായിപ്പ് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചു, പിഴച്ച തന്തയ്ക്കും തള്ളയ്ക്കും പിഴച്ച പിള്ളേരുണ്ടാവും. പക്ഷേ
കഴിഞ്ഞ 45 വർഷങ്ങൾ കൗൺസിലിംഗ് നടത്തി ഇത് വെറും പൊട്ടത്തരാണെന്ന് ഞാൻ പഠിച്ചു. കാരണം നല്ല ഒന്നാം തരം അപ്പനും അമ്മയ്ക്കും പിഴച്ച പിള്ളേരെ ഞാൻ കാണുന്നു. കള്ളു കുടിക്കാത്ത അപ്പന്, ബാറിൽ നിന്നിറങ്ങാത്ത മക്കൾ. ഈ അടുത്ത നാളിൽ ഒരു മനുഷ്യൻ, ഒരു മകൻ, അയാൾ അഗ്രികൾച്ചർ ഓഫീസറാണ്, ഭാര്യ ഒരു കോളേജിൽ പഠിപ്പിക്കുക, 2 പിള്ളേരാണ്, മൂത്ത മകനാണ്, അവൻ ഡിഗ്രി ഫൈനൽ ഇയറാണ്, ഫുൾ ടൈം തണ്ണിയാണ്, തലമുടി വളർത്തി എന്നതാണ്. അതിനെ കുളിപ്പിച്ചൊക്കെ എടുത്താൽ നല്ല ശൈലമായിരിക്കും, ചിലപ്പോഴേ കുളിപ്പിക്കണം, മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ചേ. എനിക്കറിയത്തില്ല എവിടെ ടാറ്റുവാടി ഒരു പ്രത്യേക ജീവി പോലെ വന്നിരിക്കുക. ഈ സ്ത്രീ എന്നോട് പറയാ, ചീ പോന്ന് എൻ്റെ ഭർത്താവ് ഉറക്കെ പറഞ്ഞിട്ടില്ല ഇതുവരെ. ചീ പോന്ന് പറയാത്തവരുണ്ടോ? അതുപോലും പറഞ്ഞിട്ടില്ല. ശാന്തനായ, എന്നും പ്രാർത്ഥിക്കുന്ന, എനിക്കറിയില്ല മാഡം അത്രയും വചനം പറയാൻ. എൻ്റെ കെട്ടിയോന് ഫുൾ വചനം കാണാപ്പാടവാ. എനിക്കറിയില്ല. ആ മനുഷ്യൻ്റെ മകനെ പല്ല് തേക്കാതെ, കുളിക്കാതെ, തലമുടയും വളർത്തി ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് കള്ളും കുടിച്ച് നടക്കുന്നത്. മനസ്സിലായോ? സാഹചര്യങ്ങൾ, കൂട്ടുകെട്ടുകൾ പിള്ളേരെ കൊണ്ടുപോകുന്നു. മൂന്നാമത്തത് റോൾ മോഡൽസ് എന്ന് പറയും. റോൾ മോഡൽസ് എന്ന് പറഞ്ഞത് അവരെ സ്വാധീനിക്കുന്നത് നമ്മളൊന്നുമല്ല. അവരെ സ്വാധീനിക്കുന്ന സിനിമാ നടന്മാർ അല്ലെങ്കിൽ വേറെ പലരുമാണ്. അവരെ സ്വാധീനിക്കുന്നവരൊത്തിരിയുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത് അതിനെ വെല്ലുന്നതാവണം, അതിലും സ്ട്രോങ് ആവണം. ഇതാ നമ്മുടെ പണി കൂടുന്നത്. പണ്ടത്തെ മാതാപിതാക്കൾക്ക് ഇത്തരം പണി ഇല്ലായിരുന്നു. എൻ്റെ അടുത്ത് വരുന്ന പ്രശ്നക്കാരായ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്നോട് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്: കുടുംബത്ത് സന്തോഷം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? കുടുംബത്ത് സമാധാനം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇവർക്ക് സ്ഥിരം കൊടുക്കാറുള്ള ഒരു മറുപടിയുണ്ട്: കുടുംബത്ത് സന്തോഷവും സമാധാനം ഉണ്ടാവാൻ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 2 പേരും കൂടെ അങ്ങ് സ്നേഹിക്ക്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. വെരി സിമ്പിൾ മെത്തേഡ്. 2 പേരും കൂടെ ഒന്ന് സ്നേഹിച്ചാൽ മതി. പക്ഷേ ആ സ്നേഹം ഒരു ടോട്ടൽ ഗിവിങ് ആണ്. ആ സ്നേഹം ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. ദാമ്പത്യ സ്നേഹം ഒരു പരിപൂർണമായ സമർപ്പണമാണ്. അത് വ്യവസ്ഥകളില്ലാത്ത ഒരു ബന്ധമാണ്. പക്ഷെ ഇന്നത്തെ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നത്, നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഇമോഷണൽ ഡ്രൈനസ് എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. വൈകാരിക തലത്തിലുള്ള ഒരു കുറവ്. അതിൻ്റെ കാരണങ്ങൾ തേടി ചെല്ലുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ ഇന്ന് വളരെ ഉയരങ്ങളിലാണ്. ബുദ്ധി കൂടുന്തോറും നമുക്കിത് കോടാലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഈയിടെ കണ്ടുപിടിച്ച ഒരു ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തും. ഈയിടെ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തം എന്നാണെന്നറിയോ? ബുദ്ധി കൂടുന്തോറും മനുഷ്യൻ ചിരിക്കത്തില്ല. ഇതിനകത്ത് ധാരാളം ബുദ്ധിമതികളെയും ബുദ്ധിമാന്മാരെയും ഞാൻ കാണുന്നു. വെട്ടുപോത്തുപോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ചിലരുടെ മുഖത്ത് വ്യാകുലമാതാവിൻ്റെ അതേ രൂപം ഞാൻ കാണുന്നു. വ്യാകുലമാതാവിനെ അറിയാവോ? ഈശോയെ കുരിശെ കിടന്ന് പെടഞ്ഞ് മരിച്ച ആ ഈശോയുടെ ഡെഡ് ബോഡി എടുത്ത് മടിയിലിരുത്തി നിസ്സഹായതയോടെ മകൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന അമ്മ, അതാണ് വ്യാകുലമാതാവ്. ഇതിനകത്തിരിപ്പുണ്ട് അത്ര സൈസുകൾ തുടക്കം. എനിക്കറിയില്ല നീ ഇവരെന്ന് ചിരിക്കാനാ. ഒന്ന് ചിരിച്ചൂടെ? ഒന്ന് ചിരിച്ചൂടെ? ഒരു സന്തോഷമായിട്ട് ഇരിക്കാൻ പഠിക്കുന്നേ. നമുക്കൊന്ന് ചിരിക്കാൻ പഠിക്കാം. സന്തോഷമുള്ള മുഖഭാവം ആകർഷകമായ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. മനസ്സിലായല്ലോ? അതായത് വീട്ടിൽ മുഖം നോക്കുന്ന കണ്ണാടിയുണ്ടോ? നല്ല ദേഷ്യം വരുമ്പോൾ ഓടിച്ചെന്ന കണ്ണാടിയിലൊന്നും നോക്കണം. എന്നാ വൃത്തികേടാ നിങ്ങളെ കാണാനെന്ന് അന്നേരം നിൽക്കും, മനസ്സിലാവും. നല്ല സങ്കടം വരുമെന്ന് വെച്ച് നോക്കിയോ, ജീവിതത്തിൽ കരയത്തില്ല. ജീവിതത്തിൽ നമുക്ക് കരയാൻ പറ്റത്തില്ല. നല്ല സന്തോഷം വരുമ്പോൾ നോക്ക്, നല്ല ഭംഗിയാണ് നമ്മളെ കാണാൻ. ഞാൻ
പലപ്പോഴും ഈ യാത്രക്കിടയിലൊക്കെ നോക്കും മനുഷ്യന്മാർ എന്തിനാ ഇത്ര അധികം ദുഃഖിച്ചിരിക്കുന്നത്. കാരണങ്ങൾ കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് നല്ല സന്തോഷമുള്ള മനുഷ്യരായിട്ട് ജീവിക്കാൻ പഠിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഒരു ചേച്ചിയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, ഈ സാധനത്തിനെ കൊണ്ട് മടുത്തെന്നാണ് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചേട്ടൻ എന്നോട് പറഞ്ഞു, മാഡത്തിന് അറിയാവോ, 1,18,00,000 മുടക്കി 1-ാം തരം വീട് ഞാനുണ്ടാക്കിയതാ. എവിടെ തന്തയല്ല, ഞാൻ. എല്ലാ സൗകര്യങ്ങളും അവൾ ഇരിക്കുന്നിടത്ത് ഞാനെല്ലാം കൊണ്ട് കൊടുക്കും. മാഡം, അവൾ എന്നോട് 1 കിലോ പഞ്ചസാര പറഞ്ഞ 5 കിലോയിൽ കുറഞ്ഞ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഈടെ പുറത്തോട്ട് പോയപ്പോൾ അവൾ പറഞ്ഞു മീനൊന്നും ഇരിപ്പില്ലെന്ന്. ഇപ്പം എല്ലാം ഹൈടെക് മീൻ കടകൾ. ഞാൻ വറക്കാൻ, കറി വെക്കാൻ, മപ്പാസ് വെക്കാൻ, പീര വെക്കാൻ, അച്ചാറിടാൻ, ഇതൊക്കെയല്ലേ മീൻ കൊച്ചി ചെയ്യുന്നു. 5 സൈസ് മീൻ വെട്ടി പീസാക്കി കൊണ്ട് ഇട്ടുകൊടുത്തു ഞാൻ. അതാണ് ഞാൻ ഈടെ പുറത്തോട്ട് പോയപ്പോൾ അവള് പറഞ്ഞു അവിടെ അടിപ്പാവാടയെല്ലാം പോയത്. എനിക്ക് ഈ ജൗളിക്കടയിൽ കയറിയപ്പോൾ ഒരു പാവാടയായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞു 6 പാവാട 6 കളറ് പാക്കിടാന്ന് പറഞ്ഞു. 6 പാവാട 6 കൊണ്ട് ഇട്ടുകൊടുത്തു ഞാൻ. ഇടറിന്ന് പറഞ്ഞു ഞാൻ. അതാണ് ഞാൻ. മാഡത്തിന് എന്നെ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും 5 ഇരട്ടിയായി 6 ഇരട്ടിയായി കൊണ്ടുതരുന്ന ഭർത്താവ്. നല്ല ഭർത്താവല്ലേ? കണ്ടുപഠിക്കും. ഞാൻ എൻ്റെ കെട്ടിയോടാണ് കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളോട് ഒരു പാവാട പറഞ്ഞാൽ ചിലപ്പോൾ അരപ്പാവാടയായിരിക്കും. ഇത് കണ്ടുപഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ ചേട്ടൻ എന്നോട് പറയുക, ഗ്രേസ് ലാലെ, ഞാൻ അന്തസ്സായിട്ട് പിള്ളേരെ നോക്കുന്നുണ്ട്, വീട് നോക്കുന്നുണ്ട്. പിന്നെ ഒറ്റ കുഴപ്പം എനിക്കുണ്ട്, അത് എനിക്കറിയാം. ഞാൻ ചോദിച്ചാൽ അതെന്നാ കുഴപ്പം? എല്ലാ ദിവസവും ഞാൻ വൈകിട്ട് ഇത്തിരി കഴിക്കും. അതിന് ഇവൾ ചാടേണ്ട കാര്യമുണ്ടോ? ഇതാണ് ചേട്ടൻ്റെ ചോദ്യം. അപ്പോൾ 1 കിലോ പഞ്ചസാര പറഞ്ഞാൽ 5 കിലോ, പാവാട 6, മീൻ 5 കിലോ. ഇതുപോലെ വീട് നോക്കുന്ന ഒരു മനുഷ്യൻ ഇച്ചിരി കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അല്ല, നിങ്ങളുടെ ഒരു അഭിപ്രായം പറ. ഇച്ചിരി കുടിച്ചോട്ടല്ലേ? ടീച്ചർ പറഞ്ഞു ഇച്ചിരി കുടിച്ചോട്ടെ. ഓക്കെ. അപ്പോൾ എന്നോട് സ്ത്രീ ഉടനെ ചാടിക്കേറി പറഞ്ഞു, ഇയാൾ കള്ളു കുടിക്കുന്നതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അയാൾ പറഞ്ഞു വെച്ച കേട്ടില്ലേ? അതല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? അയാൾ കിടന്നു മുള്ളുന്നതാ പ്രശ്നം. കിടന്നു മുള്ളുന്ന പ്രശ്നം. അപ്പം ഞാൻ ചോദിച്ചു, കള്ളു കുടിക്കാത്തപ്പം ചേട്ടൻ എങ്ങനെയാണ് മൂത്രം ഒഴിക്കാറ്? നേരെ നിന്ന. കള്ളു കുടിച്ച് കഴിയുമ്പോൾ ചേട്ടൻ കിടന്നു പോകുന്നു. അത് കള്ളു കുടിച്ച് കഴിയുമ്പോൾ അങ്ങ് നിൽക്കാൻ മേലാഞ്ഞിട്ടല്ലേ? അന്നേരം മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ എന്നാ ചെയ്യണം? എൻ്റെ അമ്മോ, അവരെന്നോട് പറയാ 2 മെത്ത കത്തിച്ചു, ബെഡ്ഷീറ്റ് 5-6 കത്തിച്ചു, നാറിയിട്ട് അതിനകത്ത് കയറാൻ മേല. ഞാനിത് യാനെ കത്തിക്കും. ഇയാളിത് നിർത്തുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, തൽക്കാലം ഡയപ്പർ നമുക്ക് പരീക്ഷിക്കാം. അത് നമുക്ക് 1 ഡസൻ വീതം ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാം. അങ്ങനെ നമുക്ക് നോക്കാം. വിചിത്രമായ കേസിൽ, ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നുമില്ല. ഈ ക്രിസ്മസിൻ്റെ അന്ന് വൈകുന്നേരം ഒരു സ്ത്രീ എന്നെ വിളിച്ചിരിക്കുക. ഗ്രേസ് ലാലിൻ്റെ നമ്പറാണോ? എന്താ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. പൊക്കോ, അതിനെന്നെ ചത്തോ, എങ്ങനെ ചാവണമെന്ന് അറിയാൻ മേലേ? കെട്ടി ഞാൻ ചാകാം, ഉറക്ക ഗുളിക കഴിക്കാം, ഞരമ്പ് കണ്ടിക്കാം, എനിക്കറിയാവുന്ന പണി ഇതൊക്കെ. ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ പണിയായി എനിക്കറിയാവുന്ന ഇത് വല്ലതും പറഞ്ഞു തരാൻ വേണ്ടി വിളിച്ചതാണോ? അല്ല, ആരെങ്കിലും ഒന്ന് അറിയണ്ടേ ഞാൻ ചാവുന്ന കാര്യം? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ, നമ്മൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല. നിങ്ങളിപ്പോൾ ചത്ത പോലീസ് ആദ്യം വരുന്നത് നിങ്ങൾ അവസാനം വിളിച്ച നമ്പർ.
എനിക്കൊട്ടി പണി തരാൻ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും കുറെ പേരെ വിളിച്ചാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ മരിക്കുന്നേ? നിങ്ങൾ എന്തിനാ മരിക്കുന്നേ? അപ്പൊ എന്നോട് പറഞ്ഞു, അയാൾ രാവിലെ ബീഫ് വാങ്ങിച്ചു തന്നു, കോഴി വാങ്ങിച്ചു തന്നു, മീൻ വാങ്ങിച്ചു തന്നു, എല്ലാം വാങ്ങിച്ചു തന്നു. ഞാൻ രാവിലെ പാലപ്പം ഉണ്ടാക്കി, കോഴിക്കറി ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ബീഫ് ഉണ്ടാക്കി, മീൻ കറി ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. പക്ഷെ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയതാ, രാത്രി വന്നിരിക്കുക, നൂല് ബന്ധമില്ലാതെ വന്നിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചാവാൻ പോകുന്നേ. വല്ലതും കഴിച്ചോ ഇന്ന്? ഇല്ല, ഒന്നും കഴിച്ചില്ല. പിള്ളേർ ഏതാണ്ടൊക്കെ എടുത്ത് കഴിച്ച് ഞാൻ മടുത്തു, ഞാൻ ചാവും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചത്താൽ ഇടക്കൂടി തീരുവോ? ഇല്ല. അതുകൊണ്ട് നിങ്ങളൊരു ദിവസം വെയിറ്റ് ചെയ്യുക, ഇടക്കെട്ടൊന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് എന്നാ പണിയെന്ന് നോക്കാം. ഇങ്ങനെ ക്രിസ്മസിൻ്റെ അന്നത്തെ കേസാണ്. ക്രിസ്മസിൻ്റെ പിറ്റൂസം അയർലൻഡിൽ എനിക്കൊരു ഭാര്യയും ഭർത്താവും, അവർ ഈ പന്തളംകാരുണ്ട്, എനിക്ക് വന്നുകൊണ്ടിരുന്ന ആ പുള്ളിക്കാരി എനിക്കൊരു വീഡിയോ അയച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ഫോണ് ഞാൻ ആരെയും കാണിക്കത്തില്ല. എന്നാന്നറിയാം, അയാൾ MBA-കാരൻ ചെറുക്കൻ, നല്ല ഒരു കമ്പനി ജോലി ചെയ്യുന്ന ഭയങ്കര സാലറി ഉള്ള ചെറുക്കൻ, ഭാര്യ നഴ്സ്, 2 പെൺപിള്ളേർ. അയാൾ കള്ളു കുടിച്ച് ക്രിസ്മസിൻ്റെ അന്ന് തുണിയില്ലാതെ കാർപ്പറ്റെ കൂടെ മുള്ളിക്കൊണ്ട് നടക്കുന്ന ഫോട്ടോയാ. എന്നാ ഒക്കെ ഞാൻ കാണണം ദൈവമേ. എന്നെ സമ്മതിക്കണ്ടേ? അയ്യോ, അത് കണ്ട് ഞാൻ ആ കൊച്ചിനെ വിളിച്ചു ഉടനെ. എൻ്റെ കൊച്ചെ, ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ ഫോൺ എൻ്റെ കെട്ടിയോന് പിള്ളേരുടെ കൊച്ചുമക്കളുടെ കയ്യിലാണ് ഇത്. ഇവർ ഈ സൂത്രമെല്ലാം എനിക്കറിയില്ല. കുടുംബം വഷളാകുക, അത് ഇവിടെയൊന്നോ ഒന്നും വ്യത്യാസമില്ല. കാനഡയും അയർലൻഡും ഓസ്ട്രേലിയ എല്ലാം എനിക്ക് കേസാണ്. ഈയിടെ ഇവിടുന്ന് ഒരു കേസ്, ഭാര്യയും ഭർത്താവും കൂടെ അടിയാ. നീ പോടാ പട്ടി, നിന്റെ തന്തയടി പട്ടി, നീ എൻ്റെ തന്തയ്ക്ക് വിളിക്കാറായോടി തെണ്ടി, തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും വിളിക്കുവിടാ, പിന്നെ പൂമോനെ, പിന്നെ ഇങ്ങോട്ട് പൂമോളെ, പിന്നെ കായേ തായേ പായ. എനിക്കറിയാൻ മേലാത്ത 2-3 കൂടെ ഉണ്ട് അതിനകത്ത്. കുറച്ചൊക്കെ എനിക്കറിയാവുന്ന പക്ഷെ പുതിയത് എനിക്ക് 3-4 കിട്ടി. ഒരു കട്ടിലേ കിടന്ന് അയച്ചതാ. എന്നാ രസമെന്നറിയോ? ഇവിടെ വേറൊരു കേസ്, അത് 2 ഈ വർക്ക് ഫ്രം ഹോം ഉണ്ടല്ലോ ഇപ്പോഴും. ഒരു ഭാര്യയും ഭർത്താവും, 2 പേരും എഞ്ചിനീയർമാരാ. ഒരാൾ M.Tech, ഒരാൾ B.Tech MBA. ഈ ഡൈനിങ് റൂമിൽ ഇരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുകയാണ്. അതിനിടയ്ക്ക് ഏതാണ്ട് പറഞ്ഞ് 2 കൂടെ ഉടക്കിയപ്പോൾ ഈ ഇതിൻ്റെ കീഴേ കൂടെ അവൾക്കൊട്ടൊരു തൊഴി കൊടുത്തു. അപ്പോൾ അവൾ അവൻ്റെ ഐഫോൺ എടുത്ത് ഒറ്റ വെച്ച് കൊടുത്തു. അതിങ്ങനെ പൊട്ടി തകർന്നപ്പോഴത്തേക്ക് അവൾ കൈ കൊട്ടിയ നേരത്തിന് അവൾ ലാപ്ടോപ്പിൽ നിന്ന് കൈ എടുത്തപ്പോൾ അവിടെ ലാപ്ടോപ്പ് അവൻ ഒറ്റ വെച്ച് കൊടുത്തു. 2.5 ലക്ഷത്തിൻ്റെ ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് ഡിം. അതങ്ങോട്ട് പൊട്ടി തകർന്നപ്പം അവൾ എഴുന്നേറ്റ് നിന്ന് മൈക്രോവേവ് ഓവനാണ് കൈ കിട്ടി, അതെടുത്ത് താഴോട്ടിട്ടപ്പോൾ അത് ഡിം. അപ്പോഴത്തേക്ക് അവൻ എഴുന്നേറ്റ് നിന്ന് ഫ്രിഡ്ജിൻ്റെ ഇട്ട് ഒരു തൊഴി കൊടുത്തപ്പോൾ അത് പിസാഗോപുരം പോലെ ചെരിഞ്ഞു. അപ്പോഴത്തേക്ക് അവളെടുത്ത് തേപ്പൂട്ടി അവിടെ കിട്ടിയ തേപ്പൂട്ടി എടുത്ത് അവനിട്ട് ഒറ്റ നെറ്റിക്ക് ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് ക്രിക്കറ്റ് ടീമിൽ വല്ലോ കളിച്ച് പരിചയമുണ്ടോയെന്ന്. കാരണം അത് കറക്റ്റ് ഉന്നം ഉണ്ടായിരുന്നു. 14 സ്റ്റിച്ച്. ചോര ചീറ്റിയപ്പോൾ ഇറങ്ങി ഓടി ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ പോയി. ഇനിയും എൻ്റെ അടുത്ത് വന്നിരിക്കുക, ഇനി ഒരുമിപ്പിക്കണം. പിന്നെ ആ ചെറുക്കൻ്റെ നെറ്റിയിലെ പാടൊന്ന് കരിയട്ടെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യുക. കണ്ണാടി നോക്കുമ്പോൾ ഇവക്കൂട്ട് 2 കൊടുക്കാൻ തോന്നുകയല്ലേ? എനിക്ക് തന്നെ തോന്നുന്നു, അല്ല ഒരു ചെറുക്കൻ, നല്ല സുന്ദര ചെറുക്കൻ, അവന് നെറ്റിക്ക് 14 സ്റ്റിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് വന്നിരിക്കുക. എന്തൊരു ദേഷ്യം ഇപ്പം ഈ പിള്ളേർക്കൊക്കെ. എനിക്കറിയില്ല, ഭാര്യ ഭർത്താക്കന്മാർക്ക് ദേഷ്യമാണ്. എന്തെല്ലാം. കാനഡയിൽ നിന്ന് ഒരെണ്ണം, അത് ഈയിടെ വന്നതാ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ചിക്കൻ കറി വെക്കാൻ തീരുമാനിച്ചു. റോബിനെ, ചിക്കൻ കറി വെക്കാം. അതെ, സഹായിക്കോ. സവോള അരിഞ്ഞു തരാം, പച്ചമുളക് അരിഞ്ഞു തരാം, ഇഞ്ചി അരിഞ്ഞു തരാം, നല്ല വിശാല മനസ്സോടെ എല്ലാം അരിഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവൾ ചിക്കൻ കഴുകുന്നു, ഈവൻ സവോള അരിയുന്നു. കട്ടിംഗ് ബോർഡ് വെച്ച് സവോള ഇങ്ങനെ കാളം കൂളം അരിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇത് എന്നതാ റോബിനെ, ഇങ്ങനെ അല്ല ഈ കറിക്ക് സവോള, ഇതല്ല ഈവനായിരിക്കണം, ഇങ്ങനെ എന്നാണോ അരിയുന്നത്? അവൻ പറഞ്ഞു, എങ്ങനെ അരിഞ്ഞാലും സവോള വേഗം. അവൻ്റെ കണ്ടുപിടുത്തം. അപ്പം അവൾ പറഞ്ഞു, എൻ്റെ കറിക്ക് എങ്ങനെ അരിഞ്ഞാലും പോരാ,
എൻ്റെ കറിക്ക് അത് ഇങ്ങനെ കനം കുറച്ചരിയണം. അപ്പോൾ അവൾ പിച്ചാത്തി കയറി പിടിച്ചു, അവനൊരു തള്ളു വെച്ച് കൊടുത്തു, അവളൊരു തുപ്പ് വെച്ച് കൊടുത്തു. അവൾ തുപ്പിയപ്പോൾ അവൻ അവിടെ കവളെ കയറി പിടിച്ചു. അന്നേരം അവളൊരു കടി കൊടുത്തു. അവനൊരു സ്ലീവ്ലെസ് ബനിയനായിട്ടിരുന്നു, അത് കാരണം ഓരത്തിൻ്റെ ഇത്ര വട്ടം ഇങ്ങ് പോന്നു. ഇപ്പം ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾ അടുക്കളയിൽ കയറി സഹായിക്കുന്നതൊക്കെ കൊള്ളാം പെൺപിള്ളേരെ, പക്ഷേ ജാക്കറ്റ് ഇട്ടോളാൻ പറയും. ഈ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴേ പെൺപിള്ളേർ കടിച്ചു പറിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു തൊഴി കൊടുത്തു. അത് അവിടെ അടിവയറിനോട്ടാണ്. അവൾ കറങ്ങി കറങ്ങി സെറ്റിൽ പോയി വീണു, നടു തല്ലി. അവൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എടോ ഞാൻ പോലീസിനെ വിളിക്കും. നിനക്ക് ചുണയുണ്ടോ വിളിക്കാൻ? വിളിക്കടി സംഭവം മനസ്സിലായോ? വിളിക്കടി. എന്നാ ഈ മണ്ടൻ ഓർക്കണ്ടേ, ആ പെണ്ണ നേഴ്സ്, അവക്ക് PR ഉണ്ട്. ഈ മണ്ടനെ അവൾ കൊണ്ടുപോയതാ. പേപ്പർ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവനവിടെ പിടിക്കണമെങ്കിൽ ഇനി അവനവിടെ ജോലി കിട്ടിയൊന്ന് നേരെ നിൽക്കണ്ടേ? അതുവരെ തമ്പി പിടിച്ച് വല്ല ചിക്കനും കറി വെച്ചേച്ച് നിൽക്കണ്ടേ? വിളിക്കടി. പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പിന്നത്തെ കാര്യം അറിയാമല്ലോ, അവൻ്റെ പേര് അവരുടെ ലിസ്റ്റിൽ കയറി. ഇനി സംഗതിക്ക് ഇച്ചിരി കുഴപ്പമാണ്. അപ്പോൾ അത് പറഞ്ഞ് പിന്നെ വഴക്ക് പിടിച്ച്. ഏതായാലും രാത്രി 3 മണിയായപ്പോൾ അവന് ഇന്ത്യക്കുള്ള ടിക്കറ്റ് എടുത്ത് പോന്നു. കൊമരംകാരനാണ്, കോട്ടയം കൊമരംകാരനാണ്. പിറ്റേ ദിവസം രാവിലെ അവൾ അതിലെല്ലാം തപ്പിയിട്ട് അവനെ കണ്ടില്ല. അവസാനം അവിടെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, ഇന്ദു ഐ ആം ഗോയിങ് ടു ഇന്ത്യ. അപ്പോൾ അവളിത് വായിച്ചിട്ട് എന്നെ വിളിച്ചു, ചേച്ചി പോയി, കയ്യിൽ നിന്ന് പോയി. ധ്യാനം കൂടിയാരാ എൻ്റെ പ്രീ മാരേജ് കോഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവനെ വിളിക്കാം, നമ്പർ ഇതാ. അവൻ്റെ നമ്പറിൽ അപ്പൻ്റെ അമ്മയുടെ ആരുടെയും നമ്പർ ഇതാ. അങ്ങനെ ഞാൻ അവനെ വിളിച്ച് എൻ്റെ ക്ലിനിക്ക് വരുത്തി 3 ദിവസം ഇരുത്തി ഓൺലൈനിൽ 2 കൂടെ സംസാരിപ്പിച്ചു. അവസാനം പറഞ്ഞു, മക്കളെ നിങ്ങളിനി ചിക്കൻ കറി വെക്കണ്ട, അത് വല്ല സ്വിഗ്ഗിയിലോ വല്ല ഓർഡർ ചെയ്ത് നിങ്ങൾ കഴിച്ചാൽ മതി, നിങ്ങൾക്ക് പറ്റിയ കറിയല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇന്ദു അവൻ കയറി വരും, സോറി പറയണം, നിങ്ങൾ വഴക്കുണ്ടാക്കരുത് എന്നെല്ലാം പറഞ്ഞ് അവർക്ക് കൗൺസിലിംഗ് എല്ലാം കൊടുത്തു. ഇവൻ കയറി ചെന്നു. എയർപോർട്ടിൽ അവൾ സ്വീകരിക്കാൻ വന്നു. ഹായ് റോബിൻ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വെച്ച് താക്കോൽ അവൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു ഇന്ത്യ. ഇവിടെ ഉണ്ട്, ഇപ്പം തിരുവല്ലയിലുണ്ട്, ഇനി കയറ്റി വിടണം. എനിക്കിഷ്ടമായി 3 കേസ് വരുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ 3-4 സിറ്റിങ് അവന് കഴിഞ്ഞാണല്ലോ. ഇനി ഇവക്കൂടെ 2-3 ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ 1 മാസത്തേക്കുള്ളതേ. കാനഡ അല്ലേ? കുശുമ്പ് വരുന്നുണ്ടല്ലേ? ഇവരുടെ പണി ചെയ്താൽ മതിയായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു. എനിക്കറിയില്ല. ഇതൊക്കെയാ നമ്മുടെ പിള്ളേര്. എല്ലാത്തിനും ദേഷ്യം, എല്ലാത്തിനും അരിശം. എനിക്കറിയില്ല കുടുംബത്തിൽ എവിടാ സമാധാനം. മാതാപിതാക്കളും മക്കളും തമ്മിൽ എവിടെയാ നന്നായിരുന്നൊന്ന് പൊട്ടിച്ചിരിക്കുന്ന വീട്, ഒന്ന് ഉറക്കെ സംസാരിക്കുന്ന വീട്? മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാ. ഭരണം മക്കളുടെ കയ്യിലാണ്. അവർ പറയുന്നതാ നടക്കുന്നത്. പുറമേ നമ്മളെല്ലാം ഭദ്രാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പേടിയാണ് മക്കളെ. വഴക്ക് പറയാൻ പേടി, തല്ലാൻ പേടി, ഉപദേശിക്കാൻ പേടി. കാരണം എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നവരുടെ എല്ലാ മാതാപിതാക്കൾ എന്നെ നേരത്തെ വിളിക്കും, മാഡം അവരെ കയറ്റുന്നതിന് മുമ്പ് എനിക്ക് പറയാനുണ്ട്. എന്നാൽ അവരുടെ കേൾക്ക പറയാൻ പറ്റില്ല, പേടിയാണ്. എന്തിനാ ഇങ്ങനെ മക്കളെ വളർത്തുന്നത്? ഒരു വീട്ടിലൊരപ്പനീടെ വന്നിരിക്കുക, 3 മക്കളാ, മേളത്തെ നിലയില 3 പേര്. ഒരു ബെല്ലടിച്ചാൽ മൂത്തവൻ, രണ്ടാമത്തെ ബെല്ലടിച്ചാൽ രണ്ടാമത്തവൻ. മക്കൾക്ക് ബെല്ല് വെച്ചിരിക്കുക. ഈ താഴത്തെ നിലയെന്ന് എടാന്നൊന്ന് വിളിക്കാൻ പറ്റത്തില്ലാത്ത അമ്മയാ. അയലോക്കാർ കേൾക്കട്ടെ, നമ്മുടെ ചെറുക്കനെയല്ലേ വിളിക്കുന്നേ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, കുടുംബത്തെ സ്നേഹനികേതനമാക്കണം. ദാമ്പത്യ സ്നേഹം ഈ ലോകത്തിൽ 2 വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയാണ്. അത്രയും വലിയ വേറെ ഒരു സ്നേഹവുമില്ല. അതിനൊരു നിർവചനം പറഞ്ഞാൽ, വേറൊരാൾക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള, എന്തും കൊടുക്കാനുള്ള, എന്തും ഉപേക്ഷിക്കാനുള്ള നല്ല മനസ്സിനെയാണ് ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 13, സ്നേഹം കലഹിക്കുന്നില്ല, സ്നേഹം കോപിക്കുന്നില്ല, സ്നേഹം തിന്മയായത് ചിന്തിക്കുന്നില്ല, സ്നേഹമെല്ലാം സഹിക്കുന്നു, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, സ്നേഹമെല്ലാം വിട്ടുകൊടുക്കുന്നു. അതെ, വിട്ടുകൊടുക്കലിൻ്റെ, സഹനത്തിൻ്റെ, ക്ഷമയുടെ സ്നേഹം നമ്മൾ ശീലിക്കണം.
എഫെസുസർക്കുള്ള പൗലോസ്ലീഹയുടെ ലേഖനം അധ്യായം 5 വാക്യം 22 ഇപ്രകാരം പറയുന്നു, ഭാര്യമാരെ നമ്മുടെ കർത്താവിനെ എന്നതുപോലെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. കീഴടങ്ങാൻ പറഞ്ഞോ? കേസ് ചെയ്തു. ഭാര്യമാരെ നമ്മുടെ കർത്താവിനെ എന്നതുപോലെ ഭർത്താവിനെ അനുസരിക്കുവിൻ. മിശിഹ തൻ്റെ സഭയുടെ ശിരസ്സും സംരക്ഷകനും ആയിരിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. അതുകൊണ്ട് ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. ഇച്ചിരി കൂടുതലാണോ? എന്നെ കെട്ടിക്കാൻ ഞങ്ങളുടെ പള്ളി കൊണ്ടുവന്നത്, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ഉടതമ്പരനെ നീ എന്തും ചെയ്യാനുള്ള അധികാരമാണോ ഇതിയാൻ വിട്ടുകൊടുക്കുന്നത്? ഇത് ഇത്തിരി കട്ടിയാണല്ലോ എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി അങ്ങേരോടും പറയുമായിരിക്കും എനിക്ക് കീഴ്പ്പെട്ടിരിക്കാൻ. അപ്പം രണ്ടുപേരും കൂടെ കീഴ്പ്പെടാനായിരിക്കും പറയുന്നതെന്നാണ് അന്നേരം എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു. പൗലോസ്ലീഹ ആളൊരു സ്ത്രീ വിദ്വേഷിയാണെന്ന സത്യം ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നിയ ദിവസം എൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ്. സത്യം. അതുവരെ ഞാൻ ഈ പൗലോസ്ലീഹയെ ശ്രദ്ധിച്ചിട്ടില്ല. പൗലോസ്ലീഹ പറയുകയാണ്, ഭർത്താക്കന്മാരെ മിശിഹ തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വന്തം ശരീരത്തെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുന്നില്ലല്ലോ. അപ്പം എനിക്ക് തോന്നി എളുപ്പമുള്ള പണി ഇതിയാനെ ഏൽപ്പിച്ചു, ബുദ്ധിമുട്ടുകളെല്ലാം ഈ പാവപ്പെട്ട എന്നെ ഏൽപ്പിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞ് 4-5 വർഷം ഞാൻ പഠിക്കുകയായിരുന്നു. കൗൺസിലിങ്ങും സൈക്കോളജിയും ഒക്കെ ഞാൻ എൻ്റെ PG ഒക്കെ ചെയ്യുന്ന, ഗ്രാജുവേഷൻ കഴിഞ്ഞ് കല്യാണം. ആ സമയത്ത് ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ലാലിച്ചായ ഞാൻ വിചാരിച്ചിരുന്ന പോലെ ഒന്നുമല്ല സംഗതികളുടെ കിടപ്പ്. താൻ എന്താ വിചാരിച്ചു? അതിൽ കെട്ടിക്കാൻ പള്ളി കൊണ്ടു നിർത്തിയപ്പോൾ അച്ഛൻ തന്നോട് തന്നെ എന്നോട് കീഴ്പ്പെട്ടിരിക്കാം, താൻ കീഴ്പ്പെട്ടാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റെന്ന് ആ പുള്ളി പറയുക. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോഴാ കീഴ്പ്പെടുന്നത്. ഇതിന്ന് വീട്ടിൽ ചെന്ന് പറയണം കേട്ടോ, മറന്നു പോവുമോ? പൗലോസ്ലീഹയുടെ ലേഖനം കേട്ടല്ലോ. മിശിഹ ചുമ്മാ തെക്ക് വടക്ക് നടന്നുകൊണ്ട് പറഞ്ഞാൽ മതി, മിശിഹ സഭയെ സ്നേഹിച്ച പോലെ. മിശിഹ സഭയെ അങ്ങനെ തലക്കെറിയാൽ മതി. മനസ്സിലായോ? മിശിഹ സഭയെ എങ്ങനെയാ സ്നേഹിച്ചത്? സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് കീഴ്പ്പെട്ടിരിക്കാൻ പാടുണ്ടോ? ഒരു പാടവും ഇല്ലോ, ഇല്ലേ? അതുകൊണ്ട് ഭാര്യയുടെ ശിരസ്സാണ് ഭർത്താവ്, ഭർത്താവിൻ്റെ ശിരസ് കർത്താവ്. ആ ബന്ധത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നതെന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഏതാണ്ട് സമയം അങ്ങ് തീരുക, മടുത്തോ? ഇല്ലേ? എവിടെയെങ്കിലും ഇരുത്തി അവിടെ ഇരിക്കും. ഇതാ കുഴപ്പം. ഓക്കെ. ഞാൻ ഈ അടുത്ത നാളിൽ എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ്റെ അമ്മ മരിക്കാറായി, ക്യാൻസറായി, സെക്കൻഡറി സ്റ്റേജിലാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ആ പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയും അപ്പയും കൂടെ വർഷങ്ങളായിട്ട് സ്നേഹത്തിലല്ല, അവർ തമ്മിൽ വഴക്കാണ്. അമ്മ മരിക്കാറായി, ഗ്രേസ് ആൻ്റി എനിക്കൊരു ഉപകാരം തരുമോ? മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ മനസ്സിൽ അപ്പയോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് അതൊന്ന് പറയിപ്പിക്കാൻ ഗ്രേസ് ആൻ്റി ഒന്ന് വരുമോ? വരാം മോനെ, ഞാൻ വരാം. അങ്ങനെ ഞാൻ പോയി. അവരുടെ പേര് ലിസി എന്നാണ്. ഞാൻ അവരുടെ റൂമിൽ കയറി, അവർ മരിക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കുന്ന ഒരു വാർഡിൽ കിടക്കുന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ അവരോട് മരണത്തെക്കുറിച്ച്, ലൈഫ് ആഫ്റ്റർ ഡെത്തിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന ദൈവശാസ്ത്രം എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ലിസി, പുള്ളിക്കാരൻ പുറത്ത് നിൽപ്പുണ്ട്, ഞാനൊന്ന് വിളിക്കട്ടെ? അയാളെ എനിക്ക് കാണരുത്, അയാളുടെ സ്വരം എനിക്ക് ചാവാൻ കിടക്കുക. എന്നാ ചുണക്ക ഇത് പറയുന്നതെന്നറിയാവോ? അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കൈപിടിച്ച് കസേര ഇരുന്ന്, ഞാൻ കട്ടിലൊക്കെ കയറിയിരുന്നു, ഒന്നും കൂടി ചേർത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ലിസി, നമ്മുടെ തെറ്റുകൾ, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കുന്ന പോലെ നമ്മുടെ തെറ്റുകൾ നമ്മളോടും ക്ഷമിക്കപ്പെടും. ഇതാണ് നമ്മുടെ വിശ്വാസം. അയാൾ നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ എനിക്കറിയാം.
അത് എന്താ മാഡത്തിന് അറിയാവുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് 10-40 വർഷമായി. മാഡത്തിന് അറിയാവോ? അന്ന് അയാൾ സൗദി അറേബ്യയിലാണ്, അവിടെയൊക്കെ ജോലിയാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് 2 വർഷം കൂടുമ്പോൾ വരും. അതിൻ്റെ ഓരോ പിള്ളേരുണ്ടാകും. അങ്ങനെ 3 ആൺപിള്ളേരുണ്ടായി. അയാളുടെ അപ്പൻ, അമ്മ, പെങ്ങന്മാർ, അനിയൻ, ഇതൊക്കെ ഇവർക്കെല്ലാം കഞ്ഞിയും കറിയും വെക്കുക, ഇവരുടെ തുണിയിലക്കുക, നോക്കുക, പിള്ളേരെ വളർത്തുക. ഇതാ എൻ്റെ പണി. അവധിക്ക് വരുമ്പോൾ അയാളുടെ പെട്ടിയിൽ എനിക്കായി ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ആൻറ്റി ഒന്ന് ചോദിക്ക്. വേണ്ട, ഒരു പൗഡർ ടിൻ. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഫോറിനിന്ന് വരുന്നവരൊക്കെ യാഡ്ലി പൗഡറായി ഇടുന്നേ, എനിക്കൊരു പൗഡർ ടിൻ വേണം. തന്നിട്ടില്ല. വേണ്ട. വരുമ്പോൾ മാഡത്തിനറിയോ, ഞാനൊരു ഹോട്ടലിനകം കണ്ടിട്ടില്ല. ഒരു മസാല ദോശ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഹോട്ടലിനകം ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു സിനിമ തിയേറ്റർ കണ്ടിട്ടില്ല. ഞാൻ കഴുത പണിയുന്ന പോലെ ഇവിടെ കിടന്ന് പണിയുക. അയാൾ വന്ന് കുടിച്ചു കൂത്താടി ഇതിലെ നടന്നിട്ട് പോകാൻ നേരം എൻ്റെ ആഭരണങ്ങൾ പണയം വെച്ചിട്ട് ആ പൈസയും കൊണ്ട് ടിക്കറ്റ് എടുത്ത് പോവുക. പൈസ സ്വർണ്ണം എടുക്കാനൊക്കെ അയച്ചു തന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അയാളോട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അയാൾക്കിപ്പോൾ ബിസിനസ്സാണ്. ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, പപ്പേ, എനിക്ക് പപ്പയുടെ കൂടെ ഒന്ന് ജീവിക്കണം. പപ്പ, എനിക്ക് പപ്പയുടെ കൂടെ ഒന്ന് ജീവിക്കണം. അപ്പ എന്നെ തെറി വിളിച്ചു, കേൾക്കാൻ കൊള്ളാത്ത തെറി. പക്ഷെ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പൻ്റെ കൂടെ ഒന്ന് ജീവിക്കണം. മക്കൾ ഇടപെട്ടു, എനിക്ക് ടിക്കറ്റ് എടുത്തു തന്നു. ഞാൻ പോയി മസ്കറ്റിന്. ഞാൻ അവിടെ ചെന്നു. അയാൾ കള്ളു കുടിച്ചിട്ട് അവിടെയും എന്നെ ഉപദ്രവിച്ചു. ഞാൻ മീൻ കറി വെച്ചാൽ അയക്ക് വറുത്തത് വേണം, വറുത്ത് വെച്ച കറി വെച്ചത് വേണം. വറുത്തും കറി വെച്ചും കൂടെ വെച്ചാൽ അയാൾ വേറെന്തെങ്കിലും പറയും. എനിക്കറിയില്ല മാഡം, ഞാൻ സ്നേഹം എന്തെന്ന് അനുഭവിച്ചിട്ടില്ല. ഞാൻ മടുത്തു. അവിടെ വെച്ച് എനിക്ക് രോഗം തുടങ്ങിയതാ. ഞാനിപ്പോൾ കുറേ നാളായി സഫർ ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കറിയാം ഞാൻ മരിക്കുന്ന, പക്ഷെ എനിക്ക് അയാളെ കാണണ്ട. മാഡം എന്നാ പറഞ്ഞാലും. ഞാൻ ഇറങ്ങി വന്നു, പതുക്കെ ചോദിച്ചു, ചേട്ടായി, എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരാവോ? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അയാളെ കൊണ്ട്, പെണ്ണുങ്ങളെ ഇവരുടെ കേൾക്ക ഒന്നും പറയാൻ വേണ്ട, തെറ്റിദ്ധരിക്കരുത്. ഞാൻ അയാളെ കൊണ്ട് പോയത് കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിലേക്കാണ്. ഞാൻ എൻ്റെ അടുത്തൊരു കസേര എടുത്തിട്ട് ഇരുത്തി. ചേട്ടായി, ഞാൻ ഇത്തിരി കാര്യങ്ങൾ പറയാൻ പോവാം. ചേട്ടായി, എന്തിനാ കല്യാണം കഴിച്ചത്? ആർക്ക് വേണ്ടി കല്യാണം കഴിച്ചു? കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അയാളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, പറ്റിപ്പോയി. സമയമില്ല ചേട്ടായി, സമയമില്ല. അവർ മരണത്തോടടുത്തോണ്ടിരിക്കുക. 40-42 വർഷങ്ങൾ ഒരു സ്ത്രീയെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു. സ്നേഹിക്കായിരുന്നില്ലേ? കൂടെ കിടത്തായിരുന്നില്ലേ? കെട്ടിപ്പിടിക്കായിരുന്നില്ലേ? കൊണ്ട് നടക്കാമായിരുന്നില്ലേ? എന്തൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇനി സമയമില്ല. അതുകൊണ്ട് അവരുടെ മനസ്സ് നിറയെ നിങ്ങളോടുള്ള പകയാ. നിങ്ങൾ പ്രാർത്ഥിക്ക, നിങ്ങളൊന്ന് കുമ്പസാരിക്ക്. ഞാൻ എൻ്റെ ഡയറക്ടർ അച്ഛനെ വിളിച്ചു തരാം. കുറച്ചു നേരം ഒന്ന് കരഞ്ഞ് ചാപ്പലിരുന്ന് പ്രാർത്ഥിക്ക്. ഇനി നമുക്ക്, ഞാൻ വീണ്ടും വരാം. ഞാൻ വീണ്ടും ലിസിയുടെ അടുത്ത് വന്നു. ലിസി, ക്ഷമിക്കണം, മറക്കണം, പൊറുക്കണം. അതിനുള്ള ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം വെളുപ്പിനെ അവർ മരിച്ചു. ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു വേദനയുണ്ട്. ആ കൈകൾ കൂട്ടിയൊന്ന് പിടിപ്പിക്കാമായിരുന്നു. പറ്റിയില്ല എനിക്ക്. ആ സ്ത്രീ അത്ര വാശിയിലായിരുന്നു. അതുകൊണ്ടാണ് പറ്റാതെ പോയത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയുക, നാളെ നേരം വെളുപ്പിക്കുമോന്നൊന്നും അറിയില്ല. ക്ഷമിക്ക്, മറക്ക്. മറക്കാമായിരുന്നില്ലേ? പൊറുക്കാമായിരുന്നില്ലേ? വിട്ടുകൊടുക്കാമായിരുന്നില്ലേ? കൂടെ കടത്താമായിരുന്നില്ലേ എന്നൊക്കെ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. പറയുന്നത് മനസ്സിലായല്ലോ? ഏതെങ്കിലും വീട്ടിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ഏതെങ്കിലും വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മുറിയിലല്ല ഉറങ്ങുന്നതെങ്കിൽ,
ഏതെങ്കിലും വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ, ഏതെങ്കിലും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ലെങ്കിൽ ആ വീട്ടിൽ പ്രശ്നമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കണമെങ്കിൽ കൊച്ചു കൊച്ചു ടിപ്സാ. ഒരുമിച്ച് ഉറങ്ങുക. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മരണം വേർപെടുത്തുവോളം ഒരു യാത്രയാണിത്. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് കിട്ടിയതൊക്കെ ബോണസാന്ന് വിചാരിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ യാത്രയിൽ ഒരമ്മയായി, ഭാര്യയായി, കുടുംബിനിയായി, മരുമകളായി, നാത്തൂനായി, വല്യമ്മയായി, ഏട്ടത്തിയമ്മയായി, അനുജത്തിയായി, ഒരു സ്ത്രീയായി, ഒരു ക്രിസ്ത്യാനിയായി നമ്മൾ ചെയ്യുന്ന ഈ യാത്രയിൽ ഒരാത്മപരിശോധന നടത്ത്. എന്തു ചെയ്യണം? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടരുത്. അങ്ങോട്ട് ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 നമ്മുടെ നേരെയാ. അതുകൊണ്ട് വേണ്ട, അയാൾ കാരണമാണ്, ആരുടെയും തല വഴി വെക്കണ്ട. നമുക്ക് ഉള്ള സമയം കൊണ്ട് വിശുദ്ധരാകാൻ നോക്കാം. നിർത്തിക്കോട്ടെ. 4 മണി കഴിഞ്ഞില്ലേ? അത്താഴം ഒന്നും വെക്കണ്ടേ? വൈകിട്ടത്തെ കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക്. കൊള്ളാം. അപ്പം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നന്മകളും ഞാൻ നേരുകയാണ്. ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എൻ്റെ കൂടി ക്ഷണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എല്ലാവരെയും. ഇവിടെ വന്നവർ, വരാത്തവർ, വരാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ പോയവരായ എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും തമ്പുരാൻ്റെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആകുലതകളും വേദനകളും നൊമ്പരങ്ങളും, നിങ്ങളുടെ ആവശ്യങ്ങളും, നിങ്ങളുടെ ഇല്ലായ്മകളും ഉള്ളായ്മകളും എല്ലാം അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് അവിടുന്ന് സഹായകനാകട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വല്ലപ്പോഴും എന്നെ കൂടി ഓർക്കണേ എന്ന് പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നിർത്തുകയാണ്. കോശിയച്ഛനോട്, ഇതിൻ്റെ സംഘാടകരോട്, എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.